ഹലോ ഹായ് നമസ്കാരം. ആദ്യമേ തന്നെ ഒരു താങ്ക്സ് പറയുകയാണ്. 400K എന്ന് പറയുന്ന ഒരു നമ്പർ അതൊക്കെ ഈ ചാനൽ ക്രോസ് ചെയ്യുമോ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു കടമ്പ കടന്നിരിക്കുകയാണ്. എന്നെയൊക്കെ സംബന്ധിച്ചത് സുവർണ്ണ നിമിഷമാണ്. അപ്പോൾ ആ സുവർണ്ണ നിമിഷത്തിന് ശേഷം ഒരു Q&A വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ചൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റി വരുമ്പോൾ നമ്മൾ ആദ്യം ഒരു Q&A വീഡിയോയോടുകൂടി വരണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഒരുപാട് ചോദ്യങ്ങൾ വന്നു. ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 300-ലധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ചില ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള Q&A വീഡിയോസിൽ വന്നിട്ടുള്ള ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങൾ നമ്മൾ ഒഴിവാക്കി. അതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ മേർജ് ചെയ്തു. ഇപ്പോൾ ഞാനിതിൽ ചില ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചതായിട്ട് പറയുമ്പോൾ നിങ്ങൾ ചോദിച്ച എക്സാക്റ്റ് വേർഡ് ആയിരിക്കില്ല ഞാൻ പറയുക. കാരണം ഒരുപാട് ആളുകൾ സിമിലർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ചാക്കിയിട്ട് ഉത്തരം പറയുക എന്നുള്ളതാണ്. എന്തായാലും 2 പാർട്ടായിട്ടാണ് Q&A വീഡിയോ ചെയ്യാൻ പോകുന്നത്. കാരണം അത്രയധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ മേർജ് ചെയ്തതിന് ശേഷവും നമ്മുടെ മുന്നിൽ വലിയൊരു ചോദ്യപേപ്പറാണുള്ളത്. പക്ഷേ ഈ ചോദ്യപേപ്പർ എനിക്കിഷ്ടമാണ്. പരീക്ഷകൾക്കൊന്നും ചോദ്യപേപ്പറിനോട് താല്പര്യമില്ലെങ്കിലും ഈ ചോദ്യപേപ്പറിന് ഉത്തരം പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 1-ൽ കൂടുതൽ ആളുകൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സെഗ്മെൻറ്റുകളുണ്ട് ചാനലിൽ. അപ്പോൾ ആ സെഗ്മെൻറ്റുകളൊക്കെ തുടരുന്നതിനെ കുറിച്ചാണ്. UVDV തുടരുന്നതിനെക്കുറിച്ച് കുറേ ആൾക്കാർ ചോദിച്ചു. UVDV എന്ന് പറയുന്നത് നമ്മൾ പത്രങ്ങളിൽ വരുന്ന വാർത്തകളിൽ പത്രസ്ഥാപനങ്ങളുടെ പെർസ്പെക്റ്റീവ് എടുത്ത് മാറ്റിയിട്ട് വാർത്തയെ മാത്രം എടുത്തുകൊണ്ട് നമ്മുടേതായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവിൽ അവതരിപ്പിക്കുക, അതിൽ കുറച്ചും കൂടി ഒരു സർക്കാസ്റ്റിക് ടോണിൽ പോകുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് നാൾ നമ്മൾ സക്സസ്ഫുള്ളി ഓടിച്ചു. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ 4-5 പത്രങ്ങൾ വായിക്കണം, നമ്മൾ പുതിയ പല സെഗ്മെൻറ്റ്സും കൊണ്ടുവരുന്നു, പിന്നെ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ അനാലിസിസ് പരിപാടികൾ നടക്കുന്നു. അപ്പോൾ സമയത്തിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും ഒക്കെ കൊണ്ടാണ് അതൊരു താൽക്കാലിക സ്റ്റോപ്പിംഗ് അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു റൊട്ടീനിലേക്ക് വന്നു കഴിയുമ്പോൾ പല സെഗ്മെൻറ്റ്സും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഉള്ളത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റായി ഒരു പ്രോപ്പർ റൊട്ടീനിലേക്ക് വന്നതിന് ശേഷം UVDV നമ്മൾ പുനരാരംഭിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. റീൽ റിയാക്ഷൻ വീഡിയോസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. റീൽ റിയാക്ഷൻ വീഡിയോസ് നമ്മുടെ സിൽമ ടോക്സ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ആ ചാനലിൽ ഇപ്പോൾ നമ്മൾ ട്രെയിലർ റിയാക്ഷൻസ്, ടീസർ റിയാക്ഷൻസ്, പിന്നെ ബിഗ് ബോസ് അനാലിസിസ് വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു തിരക്ക് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവിടെ റീൽ റിയാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അത് ഉടനെ തന്നെ ആരംഭിക്കും. പിന്നെ ഒരുപാട് പുതിയ റീവാച്ച് എക്സ്പീരിയൻസസ് പലരും ചോദിക്കുന്നുണ്ട്. പല ഉദ്ദേശത്തിലാണ് ചോദിക്കുന്നത്. ചിലർക്ക് പഴയ ഗംഭീര സിനിമകളെക്കുറിച്ചുള്ള മറ്റൊരു പെർസ്പെക്റ്റീവിലുള്ള അവതരണം കാണാൻ വേണ്ടിയിട്ടാണ്. ചില ആളുകൾക്ക് ഒരു റോസ്റ്റ് സ്വഭാവത്തിലുള്ള വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും റീവാച്ച് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ പഴയ സിനിമകളെക്കുറിച്ചുള്ള വീഡിയോസ് തീർച്ചയായും നമ്മൾ എണ്ണം കൂട്ടാൻ ആഴ്ചയിൽ ഇത്ര വീഡിയോസെങ്കിലും എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നിലവിലുള്ള കണ്ടൻറ് ക്രിയേഷൻ നമുക്ക് കൂടെ ഒരാളുണ്ടെങ്കിലും ഇതിൻ്റെ വീഡിയോ എഡിറ്റിംഗ്, ഷൂട്ടിംഗ് പരിപാടികളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. അതും മാനേജ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ചും കൂടി ഒരു ടീം എക്സ്പാൻഷൻ എന്ന് പറയുന്നൊരു കാര്യമാണ് ആലോചിക്കുന്നത്. പിന്നെ ബുക്ക് റീഡിംഗ് പരിപാടികളും പോഡ്കാസ്റ്റ് വീഡിയോസും ഒക്കെ തിരിച്ചു കൊണ്ടുവരുന്നതിനെക്കുറിച്ച് പലരും ചോദിക്കുന്നുണ്ട്. ബുക്സിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചാനലിൽ ഓൾറെഡി 1000-1600 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുസ്തകം വായിക്കാൻ എടുക്കുന്ന സമയം അത് വായിച്ച് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടി പ്രിപ്പയർഡ് ആയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പുസ്തകത്തിലെ വരികളെക്കുറിച്ചും മറ്റുമൊക്കെ സംസാരിക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഒരുപാട് പുസ്തകങ്ങളുടെ പ്രസാധകർ അവർ തന്നെ പോഡ്കാസ്റ്റ് പോലെ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ DC-യുടെ പുസ്തകത്തിലെ വരികളൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനുള്ള കോപ്പിറൈറ്റ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം അത് വളരെ ശക്തമായി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു വർഷം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ ഹീലിംഗ് ജേർണി ആയിരുന്നു. നമ്മൾ ഈ പറയുന്ന മെൻ്റലി നമുക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് എടുക്കേണ്ടി വന്ന, പ്രൊഫഷണൽ സപ്പോർട്ട് വേണ്ടി വന്നിട്ടുള്ള ഒരു സമയമൊക്കെ ആയിരുന്നു. ആ സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് വായിക്കുക എന്ന് പറയുന്നത് അതൊരു എളുപ്പമുള്ള പരിപാടിയായിരുന്നില്ല. പക്ഷേ ഇനി നമ്മുടെ ബിഗ് ബോസിൻ്റെ അനാലിസിസ് തിരക്കുകളൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും പുസ്തക വായന വീഡിയോസൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പോഡ്കാസ്റ്റും അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്കൊരു പോഡ്കാസ്റ്റ് ചെയ്തു. എനിക്കതിലൊരു തൃപ്തി വന്നില്ല. കാരണം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കുറേ ആളുകൾ ഇൻ്റർവ്യൂ പോഡ്കാസ്റ്റുകൾ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. നിലവിൽ എനിക്ക് അതിനോട് വലിയൊരു യോജിപ്പില്ലാത്ത എന്താണെന്ന് വെച്ചാൽ വന്നിരിക്കുന്ന ഗസ്റ്റിനോട് അവരോട് മറ്റാരും ചോദിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ മറ്റെവിടെയും പറഞ്ഞിട്ടില്ലാത്ത ഉത്തരങ്ങൾ അവർക്ക് പറയാം. നിങ്ങൾക്കിത് കാണുമ്പോൾ എന്തെങ്കിലും ഒരു പുതുമ ഫീൽ ചെയ്യാനോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമ്മൾ ഒരാളെ കൊണ്ടുവന്നിരുത്തിയിട്ട് വീഡിയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. തൽക്കാലം നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങളെ കോർത്തിണക്കിയുള്ള പോഡ്കാസ്റ്റുകളാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് കൂടുതൽ ആളുകൾക്ക് കണക്ട് ചെയ്യുന്നതെന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പോൾ അത് ഉടനെ തന്നെ നമ്മൾ ഒരു റൊട്ടീൻ ബേസിൽ എന്ന് വെച്ചാൽ
ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഇത്ര വീഡിയോസ് എന്നുള്ള രീതിയിൽ ചെയ്യണം എന്നാണ് ആലോചിക്കുന്നത്. അതും വളരെ ശക്തമായി തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും. പിന്നെ മൂവി റെക്കമെൻഡേഷൻ വീഡിയോസൊക്കെ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. മൂവി കാണുന്നത് നമ്മളിപ്പോൾ വെള്ളിയാഴ്ചകളിൽ സിനിമകൾ കാണുന്നു, അത് കഴിഞ്ഞ് മറ്റുള്ള ദിവസങ്ങളിൽ നമ്മൾ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളും മറ്റുമൊക്കെയാണ് സംസാരിക്കുന്നത്. ഇതിനിടയിൽ സിനിമ കാണുന്നത് ആക്ച്വലി കുറഞ്ഞിട്ടുണ്ട്. അതൊന്ന് തിരിച്ചു പിടിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ, മണിയമ്പിള്ള രാജു പ്രിയദർശനെക്കുറിച്ച് പറഞ്ഞതുപോലെ, എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് മറ്റെല്ലാ ജോലികളും അവസാനിപ്പിച്ചതിന് ശേഷം ഒരു സിനിമയും കൂടി കണ്ടിട്ടേ, അതായത് പുതിയൊരു സിനിമ കണ്ടതിന് ശേഷമേ അദ്ദേഹം ഉറങ്ങുള്ളൂ എന്ന് പറയുന്നൊരു ശീലം. എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിലവിൽ നമുക്ക് ഈ പറയുന്ന എന്ന് വെച്ചാൽ എൻ്റെ സ്ക്രീൻ ടൈമാണ്. ഈ മറ്റു ജോലികൾ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വായിച്ചിരിക്കുകയല്ല ചെയ്യുന്നത്. എൻ്റെ സ്ക്രീൻ ടൈമാണ് കൂടുതലായിട്ടുള്ളത്. വീഡിയോസ് കാണുക, എഡിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എൻ്റെ സ്ക്രീൻ ടൈം വളരെ കൂടുതലാണ്. അപ്പം ഒരു സിനിമയ്ക്കും കൂടി വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ക്രീൻ ടൈം കൊടുക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യം മുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് കണ്ണട വെക്കുന്ന ആളായിരുന്നില്ല. ഈ കണ്ണടയ്ക്ക് പവറൊന്നുമില്ല, പക്ഷേ ഈ ബ്ലൂ ലൈറ്റ് കട്ടിങ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ വെളിച്ചമൊക്കെ, ഇപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ ലൈറ്റ് എനിക്ക് ബുദ്ധിമുട്ടാവുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ക്രീൻ ടൈം കൂടി തന്നെ തോന്നുന്നു. അങ്ങനെ ഒരു ഫാക്ടറും കൂടി ഉള്ളതുകൊണ്ടാണ് മൂവി റെക്കമെൻഡേഷൻസ് ഒന്ന് ബാക്കോട്ട് നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ശക്തമായി തന്നെ തിരിച്ചു കൊണ്ടുവരും. മറ്റൊരു ചോദ്യം, ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ സ്ത്രീകളെ പറ്റി നല്ലത് മാത്രം സംസാരിക്കും. പുരുഷന്മാരെ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു. പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അടിവരയിട്ട് പറയുമ്പോൾ തിരിച്ചും അത് പറയാൻ എന്തുകൊണ്ട് മടിക്കുന്നു? ഞാൻ ചാനൽ തുടങ്ങി ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു ആക്ടർ ഡോക്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലുള്ള ഒരു പുള്ളിയുടെ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാണ്. ഫെമിനിസമാണ് അത്രേ ഫെമിനിസം എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ പറയുന്ന സോഷ്യോ പൊളിറ്റിക്കൽ വീഡിയോസ് കൂടുതൽ ശക്തമായി ചെയ്യുന്നത്. സ്ത്രീപക്ഷ നിലപാടുകൾ ശക്തമായി നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നു. ആ സമയം മുതൽ നമുക്ക് നേരെ വരുന്നൊരു അറ്റാക്ക് എന്ന് പറയുന്നത് ഈ സ്ത്രീകളുടെ പക്ഷം ചേർന്ന് സംസാരിക്കുമ്പോൾ പുരുഷന്മാരെ അടച്ചാക്ഷേപിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഫെമിനിസം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീപക്ഷ നിലപാടുകളൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരുഷൻ്റെയും കൂടി സ്വാതന്ത്ര്യത്തിന് ആവശ്യമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഫെമിനിസത്തെക്കുറിച്ച് റെഫർ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മുൻപൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൻ വളരുന്നത് തന്നെ കുടുംബത്തിന് തണലായി മാറണം. ഇപ്പോൾ പഴയ വാത്സല്യത്തിലെ പാട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അച്ഛന് തണലായി മാറണം, അമ്മയ്ക്ക് തണലായി മാറണം, എല്ലാവരുടെയും തണലായിട്ട് ഇങ്ങനെ ജീവിക്കുക. അച്ഛൻ്റെ അമ്മയുടെയും കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. ഒരു ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൻ ആ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം വഹിക്കാൻ വേണ്ടിയിട്ട്, ഇനി കല്യാണം കഴിച്ചാൽ ആ പെൺകുട്ടിയുടെ ജീവിതത്തിലെ മുഴുവൻ ചിലവും, പിള്ളേരുണ്ടായാൽ അതിൻ്റെ, അങ്ങനെ മുഴുവൻ അലഞ്ഞ് തിരിഞ്ഞ് ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ജീവിതം ഹോമിക്കുന്ന ആണുങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഈ ഫാദേഴ്സ് ഡേക്ക് വന്നിരുന്ന ഒരു സ്ഥിരം പോസ്റ്റ് ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ കൊണ്ട വെയിലാണ് എൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ കുറേ സാധനങ്ങൾ. എന്തിനാണ് ഒരു അച്ഛനെ ഇങ്ങനെ നരയിക്കുന്നത്? അമ്മയും കൂടി ജോലിക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ, മക്കളൊരു 18 വയസ്സാകുമ്പോഴേക്കും ഇൻഡിപെൻഡൻ്റായി പാർട്ട് ടൈം ജോലിയെടുത്ത് അവരുടെ കാര്യങ്ങൾ നോക്കി തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ചിലപ്പോൾ ഒരു 40 വയസ്സാകുമ്പോഴേക്കും അച്ഛന് തൻ്റേതായിട്ടുള്ള സേവിങ്സ് ഉണ്ടാവില്ലേ? അയാൾക്ക് അയാളുടെ ജീവിതം ജീവിക്കാൻ പറ്റില്ലേ? അച്ഛനും അമ്മയ്ക്കും അവരുടേതായിട്ടുള്ള സേവിങ്സും അവരുടേതായിട്ടുള്ള പ്ലാനിങ്ങുകളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലേ? ഇത് സ്ത്രീകൾ ജോലിക്ക് പോകേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പണ്ടുള്ള ആൾക്കാർ സമ്മതിച്ചിട്ടില്ല. എന്തിനാണ് പെണ്ണുങ്ങൾ ജോലിക്ക് പോയിട്ട് വേണമെന്നുള്ളത്? പെണ്ണുങ്ങളും കൂടി ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോൾ ജീവിതം കുറച്ചും കൂടി ഈസി ആയിട്ട് മാറുകയാണ്. നമ്മുടെ ജീവിത ചെലവുകൾ മാറുന്നു, ലോകം വളരെ സ്പീഡിൽ പോകുന്നു. അപ്പം ജോലി ചെയ്യാനുള്ള അവകാശം സ്ത്രീകൾക്ക് നേടിക്കൊടുക്കുക എന്ന് പറയുന്നത് ആക്ച്വലി സ്വസ്ഥമായി ശ്വാസം വിടാനും സേവ് ചെയ്യാനും സ്വന്തം ജീവിതം ജീവിച്ചു തീർക്കാനും പുരുഷന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നും കൂടി അതിനർത്ഥമുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കാൻ പലരെയും സമ്മതിപ്പിക്കാത്ത എന്താണെന്ന് വെച്ചാൽ കുറച്ച് പ്രിവിലേജുകൾ അനുഭവിക്കുന്നുണ്ട്. ഒരു ആൺകുട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ റിമാർക്കല്ലെങ്കിലൊക്കെ എല്ലാവരും പുച്ഛിക്കുമല്ലോ, മറ്റേ പൊരിച്ച മീൻ കിട്ടുന്നില്ല എന്നുള്ളത്. ആ എക്സ്ട്രാ പൊരിച്ച മീൻ എന്ന് പറയുന്നത് അത് ഒറിജിനൽ പൊരിച്ച മീനായിട്ട് നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ അതിനൊരു ബിംബമായിട്ടും കാണാം. ആ എക്സ്ട്രാ പൊരിച്ച മീൻ എനിക്ക് വേണ്ട, അത് എല്ലാവരും കൂടി വീതിച്ച് കഴിച്ചിട്ട് ഈ വീട്ടിലെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കുമായി വീതിച്ചെടുക്കാം എന്ന് പറയുന്ന ആ ഒരു സെൻസിലേക്ക് വരാൻ പറ്റാത്തത് ആ പൊരിച്ച മീനോടുള്ള ആക്രാന്തമാണ്. ആ പ്രിവിലേജസിൽ നിന്ന് മാറി നിൽക്കാനുള്ള പറ്റായികയാണ്. അവിടേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതിനെയും കുറച്ചും കൂടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പലരുടെയും പ്രശ്നം ഈ സ്ത്രീപക്ഷ നിലപാട് പറയുമ്പോൾ അതിൽ നിന്ന് എനിക്കെന്തോ ദുരുദ്ദേശമുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ പുരുഷന്മാരെ നമ്മൾ ആക്രമിച്ച് പുരുഷന്മാരുടെ വാല്യൂ കളയുന്ന പോലെ സംസാരിക്കുന്നതാണ്. ആക്ച്വലി നമ്മൾ സംസാരിക്കുന്നത് പുരുഷന്മാർക്കും കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇതുവരെ ഒരു പുരുഷ വിരുദ്ധ നിലപാടൊന്നും എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ചില പ്രിവിലേജുകളെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം, അതൊരു ഗംഭീര ചോദ്യമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹൗ ഡു യു മാനേജ് ടൈം ആൻഡ് ബി പ്രൊഡക്റ്റീവ്? ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. ഞാൻ എൻ്റേതായിട്ടുള്ള എല്ലാ മടികളും
ബഹളമുള്ള, നല്ലോണം സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന അങ്ങനെ ഒരാളാണ്. ചില സമയത്ത് വളരെ ഇമ്പൾസീവായിട്ടും കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എനിക്ക് ഈ മാറ്റിവെക്കൽ എന്ന് പറയുന്നത്, പോസ്റ്റ്പോൺ ചെയ്ത് വെക്കൽ എന്ന് പറയുന്നത് എൻ്റെ ക്യാരക്ടർ ട്രൈറ്റിലുള്ളതാണ്. അത് പറയാനാണെങ്കിൽ ഒരുപാട് സൈക്കോളജിക്കൽ സാധനങ്ങളുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന ADHD, പോസ്റ്റ്പോൺ ചെയ്യുന്ന പ്രവണത, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒത്തിരി ഡീപ്പായിട്ട് പറയാം. ഞാൻ അത്രയും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരാളൊന്നുമല്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം ഭയങ്കര ഇഷ്ടമുള്ളതായതുകൊണ്ട്, പിന്നെ ഈ പറയുന്ന ഒരു കണ്ടൻറ്റ് ഡെലിവറി ചെയ്യുക, ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുക എന്ന് പറയുന്നത് റഫായിട്ട് എന്തെങ്കിലും ഒന്ന് കൊണ്ട് തന്നു കഴിഞ്ഞാൽ എനിക്കത് തരക്കേടില്ലാത്ത രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആ അവതരണ മികവുള്ളതുകൊണ്ട് ഒരു ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ പോലും അത് ഓവർകം ചെയ്യുന്ന രീതിയിൽ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റും. അതെൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഉഡായിപ്പ് ടെക്നിക്ക് എന്നൊക്കെ വരെ വിളിക്കാവുന്ന രീതിയിൽ ഇത്രയും വർഷം റേഡിയോയിൽ വർക്ക് ചെയ്ത് തന്നെയാണ്. ചിലപ്പോൾ ഒരു 30 സെക്കൻഡ് മുമ്പോ 1 മിനിറ്റ് മുമ്പോ നമ്മുടെ കയ്യിലൊരു സാധനം കൊണ്ട് തന്നിട്ട് ഇത് ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ട് അവതരിപ്പിക്കാൻ പറയും. നമ്മൾ മൈക്ക് ഓൺ ചെയ്ത് വെച്ച് ലൈവ് പോവുകയാണ്, റെക്കോർഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുമൊന്നുമല്ല. അപ്പോൾ അത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഈ കണ്ടൻറ്റ് മനസ്സിലാക്കി ഇതിലെടുക്കാവുന്ന ഒരു ആംഗിൾ ഫിക്സ് ചെയ്ത് അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കണം. അപ്പോൾ അങ്ങനെ ശീലിച്ചിട്ടുള്ളത് കൊണ്ട് ഒരു ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ അതിനെയും മറികടക്കാൻ ഞാൻ ട്രെയിൻഡാണ്. അതിൻ്റെ അർത്ഥം ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ഭയങ്കരമായിട്ട് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. ഇപ്പോൾ ഈ അടുത്തായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ എണ്ണത്തിൽ കൂടുതൽ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കണ്ടൻറ്റ് കുറച്ചുകൂടി റിച്ചായിട്ട് അവതരിപ്പിക്കാൻ മുമ്പ് ഞാൻ ചെയ്യുകയാണെങ്കിൽ ഒരു 20 മിനിറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്ന അത്രയും കാര്യങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മളതൊരു 30 മിനിറ്റിലേക്കോ 40 മിനിറ്റിലേക്കോ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ ടീം എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. എനിക്ക് സപ്പോർട്ടിന് ഒരാളുണ്ട്. അപ്പം നമ്മൾ ഒരു കണ്ടൻറ്റ് എടുക്കുമ്പോൾ ഞാനൊരു 10 കാര്യം നേരെ നോക്കി കാണുകയാണെങ്കിൽ കുറച്ചും കൂടി വൈഡായി വെച്ചുകൊണ്ട് ഒരു 25-30 കാര്യങ്ങൾ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ടീമിൻ്റെ എക്സ്പാൻഷൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. എൻ്റെ മാത്രം കഴിവുകൊണ്ട് ഉണ്ടാകുന്നതല്ല. നിങ്ങളിപ്പോൾ കാണുന്ന ഈ കാര്യത്തിനെയാണ് നിങ്ങൾ പ്രൊഡക്റ്റീവ് എന്ന് വിളിക്കുന്നതെങ്കിൽ ഞാൻ ആസ് എ പേഴ്സൺ നല്ല മടിയുള്ള ആളാണ്. എനിക്ക് ഇപ്പോഴും ഇവിടുത്തെ കോഫി വെച്ചിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങാനാണെങ്കിൽ എനിക്ക് ഉറങ്ങാനൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. പിന്നെ സിനിമ പോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവും നല്ല സിനിമയാണെങ്കിൽ. അപ്പോൾ എനിക്ക് അപ്പം ചെയ്തേ പറ്റുള്ളൂ. അവിടെ ഈ പറയുന്ന മടിയോ അല്ലെങ്കിൽ ഞാൻ പ്രൊഡക്റ്റീവ് ആവോ ഇല്ലയോ എന്ന് പറയുന്ന ചിന്തയൊന്നുമില്ല. സിനിമയാണെങ്കിൽ ഞാൻ എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ എനിക്കത് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ആകുമ്പോൾ നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ക്യാമറ ഓൺ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, നിങ്ങളെ കാണിക്കുക, അതുവഴി എനിക്ക് വരുമാനവും കിട്ടുന്നു. അപ്പോൾ ആകെ മൊത്തത്തിൽ ഹാപ്പി ആയിട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാനൊരു ഭയങ്കര ടൈം മാനേജിങ് പേഴ്സൺ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി ഉപദേശങ്ങളൊന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് ക്ലോസ് ഫ്രണ്ട്സ് ഇൻ ദിസ് ഇൻഡസ്ട്രി? ഇൻഡസ്ട്രി എന്ന് ഉദ്ദേശിച്ചത് യൂട്യൂബ് ഇൻഡസ്ട്രി ആണെങ്കിൽ ഈ ഞാൻ മുമ്പ് ചെയ്ത പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്കിതൊക്കെ അർഹിക്കുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അത് ഈ സൗഹൃദങ്ങളുടെ കാര്യത്തിലുണ്ട്. ചില ആൾക്കാർ നമ്മളോട് സ്നേഹവും ചിലർ വന്ന് ഭയങ്കര ബഹുമാനമൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ ഞാനിതിന് വേർത്താണോ, ഞാനിതിന് ഡിസേർവിങ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഈ പറയുന്നൊരു സെൽഫ് വാല്യൂവിൻ്റെ കുറവും അങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. എന്നെ സംബന്ധിച്ച് എന്നോടൊരാൾ സൗഹൃദം കാണിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കും. ഇപ്പോൾ ഷസാം എനിക്കൊരു ഹെഡ്ഫോൺ അയച്ചു തന്നിട്ട് ഇത് ബ്രോ എടുത്തോ ഗിഫ്റ്റാണെന്ന് പറയുമ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ എന്നോട് അത്രയും സൗഹൃദമുണ്ടോ, അപ്പോൾ ഞാൻ അത്രയും നല്ലൊരു ഫ്രണ്ടായി ഒരാൾക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണോ എന്ന് പറയുന്ന പോലത്തെ ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് യൂട്യൂബേഴ്സിൻ്റെ ഭാഗത്തു നിന്നും പലതരത്തിൽ ഇപ്പം എന്തെങ്കിലും ഒരാവശ്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് വിളിക്കാൻ പറ്റുന്ന കുറച്ച് ആളുകളുണ്ട്. വളരെ സിമ്പിളായിട്ട് ഫോൺ എടുത്തിടാം, എനിക്കിങ്ങനെ ഒരു സഹായം വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ചെയ്തു തരുമെന്ന് ഉറപ്പുള്ള ആളുകളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഫ്രണ്ട്സിനെ മറ്റേ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് വിളിക്കുക, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വിളിക്കാൻ പറ്റുക, അത് ഞാനൊരു പ്രിവിലേജ് ആണെന്ന് പറയും. അത് നമുക്ക് അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ആ ഫ്രണ്ട്സിനെ അങ്ങനെ റെഫർ ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഞാനതിന് വേർത്താണോ എന്ന് പറയുന്ന പോലത്തെ ഒരു ഇമോഷനൊക്കെ ഇല്ലേ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എന്നെ സഹായിക്കാൻ ആളുകളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അവർ വളരെ ക്ലോസ് ആയിട്ട് നമ്മളുടെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും നമ്മൾ ഓക്കെ ആണോ എന്നിടയ്ക്കൊക്കെ വിളിച്ച് ചോദിക്കുന്ന, തീർച്ചയായും അങ്ങനെ കൺസേൺഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ചോദ്യത്തിൻ്റെ അടുത്ത പാർട്ട്, വെർ യു എവർ ഡിസപ്പോയിൻറ്റഡ് ബൈ എനി കോണ്ടൻറ്റ് ക്രിയേറ്റർ വെൻ യു കം ടു നോ ദം മോർ? ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് ക്രിയേറ്ററെ കൂടുതൽ അറിയാൻ തുടങ്ങിയപ്പോൾ അയാളെ കൂടുതൽ വെറുത്ത് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ചില ആൾക്കാരെ അടുത്തറിഞ്ഞ് കഴിഞ്ഞപ്പോൾ അയ്യോ ഇവർ ഭയങ്കര പാവമാണോ, ഇവർ ഇത്ര ഉള്ളോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ഈ ക്യാമറയുടെയൊക്കെ മുമ്പിൽ വന്ന് സോഷ്യൽ മീഡിയയിൽ അവർ പ്രസൻറ്റ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ എൻ്റെ അമ്മ ഇവർ എന്തോ ഇത് എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർ ഭയങ്കര ആൾക്കാരാണല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ പാവോടോ, എന്താ പറയുക, നമ്മുടെ അടുത്ത് ഭയങ്കര ഓപ്പണായി സംസാരിക്കുമ്പോൾ ഭയങ്കര ജെന്യുവനായിട്ട് സംസാരിക്കുന്ന അങ്ങനത്തെ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ആരും എന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്യിച്ചിട്ടില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ട്. നേരിട്ട് കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരാളും എന്നെ അങ്ങനെ ഡിസപ്പോയിൻറ്റ് ചെയ്യിച്ചിട്ടില്ല ആസ് എ ഹ്യൂമൻ ബീയിങ്. മറ്റൊരു ചോദ്യം, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളിൽ കൂടുതൽ മെച്ചമെന്ന് തോന്നിയ രാഷ്ട്രീയ പാർട്ടി, ഇല്ലെങ്കിൽ പാർട്ടിക്കപ്പുറം കൊള്ളാം എന്ന് തോന്നിയ നേതാവ്? അതിൻ്റെ ഒരു കണക്റ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട്. രാഷ്ട്രീയ സംഭവങ്ങളെ വിലയിരുത്തുന്ന വീഡിയോസ് ചെയ്യാമോ എന്നുള്ളതാണ്. എനിക്കങ്ങനെ രാഷ്ട്രീയ പാർട്ടികളിൽ കൂട്ടത്തിൽ മെച്ചം എന്നൊക്കെ പറയാൻ എന്താണെന്നറിയോ, ഓരോ രാഷ്ട്രീയ പാർട്ടിയും
ചില സമയത്ത് അവർ നല്ലതാണെന്ന് തോന്നും, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ അവർ നല്ല രീതിയിലായിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരും. എനിക്ക് അതുകൊണ്ടാണ് ഒരു പെർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയോട് അദമ്യമായ സ്നേഹമോ അല്ലെങ്കിൽ ഒരു നേതാവിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു ആരാധനയോ അങ്ങനെ ഒന്നും നിലവിൽ എൻ്റെ ഉള്ളിലില്ല. പക്ഷേ എൻ്റെ ഒരു വളർച്ചയുടെ പ്രായത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഹീറോയിക് ഇമേജ് എന്ന് പറയുന്നത് VS അച്യുതാനന്ദനാണ്. പുള്ളി മൂന്നാറിലെ മറ്റേ കയ്യേറ്റങ്ങളൊക്കെ ഒഴിപ്പിച്ച് JCB ഒക്കെ ആയിട്ട് എൻ്റെ മനസ്സിലുള്ളൊരു ഇമേജ് എന്ന് പറയുന്നത് ഒരു കുന്ന്, അതിൻ്റെ മുകളിലൊരു ബിൽഡിംഗ് പൊളിയുന്നു, ഇപ്പുറത്തൊരു JCB നിൽക്കുന്നു, ഇതൊക്കെ ഭയങ്കര ലാർജായിട്ടാണ്. അവിടെ ഒരാളിങ്ങനെ കയ്യൊക്കെ വെച്ചിട്ട് നിൽക്കുകയാണ്. ആരാണ്? VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന പോലത്തെ ഒരു ഇമേജ് എൻ്റെ ഉള്ളിലുണ്ട്. അതായത് തനിക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങളെ അതിശക്തമായി വിമർശിക്കാൻ ഒരാളെയും പേടിയില്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിലൊരു ഇമേജ് എൻ്റെ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്നത് VS അച്യുതാനന്ദനാണ്. അപ്പോൾ പോലും അന്ധമായി അദ്ദേഹത്തെ മറ്റേ കടുത്ത ആരാധനയുമായി അങ്ങനെ നടക്കുക എന്ന് പറയുന്ന പോലെ ഒരു ഇമേജ് ഇല്ല. അദ്ദേഹത്തിലും വിമർശിക്കേണ്ട കാര്യങ്ങൾ വന്നാൽ വിമർശിക്കാൻ ഞാൻ തയ്യാറായിരിക്കണം എന്നെനിക്കറിയാം. അതുപോലെ തന്നെ കറകളഞ്ഞ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ അങ്ങനെ ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ രാഷ്ട്രീയ സംഭവങ്ങളെ വിലയിരുത്തുന്ന വീഡിയോസൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. ചില ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അത് ഒരുപാട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാകുമ്പോൾ. ഇപ്പോൾ രാഷ്ട്രീയ സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു രീതി, ഒരു രാഷ്ട്രീയ നേതാവ് എന്തെങ്കിലും കുൽസിതങ്ങളിൽ ചെന്ന് പെടുകയാണെങ്കിൽ അതിനെ രാഷ്ട്രീയ സംഭവമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ പേഴ്സണൽ കാര്യങ്ങളെ അല്ലെങ്കിൽ ഒരു വ്യക്തി അധിഷ്ഠിതമായ സംഭവങ്ങളെ അങ്ങനെ ഡീൽ ചെയ്യുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഒരു നിലയിലേക്ക് എത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് തീർച്ചയായും അയാളുടെ വിഷയത്തിന് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനൊരു പൊതുവായിട്ടുള്ള രൂപം വരും. പക്ഷേ അതിനൊരു രാഷ്ട്രീയ സംഭവമായി ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ല. മറ്റ് പല രാഷ്ട്രീയ സംഭവങ്ങളിലും പല സ്റ്റേറ്റ്മെൻറ്റുകളിലും നമ്മുടെ വിയോജിപ്പുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ. മറ്റൊരു ഗംഭീര ചോദ്യം, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചോദ്യമാണ്. 20s ഉണ്ണിയോട് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ്. ഞാനിപ്പോൾ 20s എന്നോട് പറയുകയാണെങ്കിൽ, മോനെ ഉണ്ണി, നീ കുറച്ചും കൂടി അസേർട്ടീവ് ആകണം, നീ നോ പറയാൻ പഠിക്കണം. അത് എത്ര പ്രിയപ്പെട്ട ആളുകളാണെങ്കിലും എത്ര വലിയ ഇമോഷൻസാണ് അതിൻ്റെ പുറകിലുള്ളതെങ്കിലും നീ നോ പറയാൻ പഠിക്കണം. സ്വന്തം ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം, സേവിങ്സ് ഉണ്ടാവണം. അൾട്ടിമേറ്റ്ലി നമ്മൾ നല്ല നിലയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും സഹായിക്കാൻ പോലും പറ്റുള്ളൂ. അപ്പോൾ പലരും നമ്മളെ സെൽഫിഷ് എന്ന് പല സിറ്റുവേഷൻസിലും വിളിച്ചേക്കാം. പക്ഷേ അതൊക്കെ നോക്കാതെ നമ്മൾ നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്യണം, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആ ലൈഫിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ സ്ട്രോങ് ആയി തിരിച്ച് എന്ത് തരത്തിലുള്ള മാനിപ്പുലേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാലും നോ പറയാൻ പറ്റുക എന്നുള്ളത്. അത് ഭയങ്കര കാര്യമാണ്. എൻ്റെ ലൈഫിൽ ഇതുവരെയുള്ള കാര്യങ്ങളിൽ പലതിനെ ഞാൻ അടുക്കി പെറുക്കി വെച്ച് നോക്കുമ്പോൾ എനിക്ക് നോ പറയാൻ പറ്റാതെ പോയിട്ടുള്ള സിറ്റുവേഷൻസാണ് എന്നെ ഏറ്റവും കൂടുതൽ തളർത്തി കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ 20s ഞാൻ തിരിച്ചു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഉണ്ണിയെ എനിക്ക് ഇപ്പോൾ കാണാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറയും, മോനെ ലൈഫിനെ കുറിച്ച് ഫോക്കസ് ചെയ്യും. നിനക്കൊരു 5000 രൂപ ശമ്പളമുള്ള ജോലി കിട്ടുകയാണെങ്കിൽ 4000 രൂപയ്ക്ക് ചിലവാക്കി 1000 രൂപ നീ സേവ് ചെയ്യണം. നീ ബിൽഡ് ചെയ്യണം, ലൈഫ് ബിൽഡ് ചെയ്യണം, കരിയർ ബിൽഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കണമെന്നുള്ളത്. വേറെ ഒരുപാട് കാര്യങ്ങൾ പറയും കേട്ടോ. ഇപ്പോൾ റിലേഷൻഷിപ്പ് അഡ്വൈസസ് ഞാൻ കൊടുക്കും, ഉറപ്പായിട്ടും കൊടുക്കും. കരിയർ അഡ്വൈസസ് കൊടുക്കും, ഒത്തിരി കാര്യങ്ങൾ കൊടുക്കും. പക്ഷേ പെട്ടെന്ന് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ ഞാൻ പറയും, അസേർട്ടീവായി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റണം. നമുക്ക് നമ്മുടെ കാര്യം എവിടെയും സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റണം. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. അടുത്ത ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യത്തെക്കുറിച്ചുള്ളൊരു ചോദ്യമാണ്. ഹാവ് യു സ്റ്റഡീഡ് സൈക്കോളജി? യു കുഡ് ബി എ ഗുഡ് കൗൺസിലർ എന്നുള്ളതാണ്. ഞാൻ സൈക്കോളജി പഠിച്ചിട്ടില്ല. എൻ്റെ സൈക്കോളജി അറിവെന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ള മനുഷ്യരും അവരെന്നോട് പങ്കുവച്ചിട്ടുള്ള എക്സ്പീരിയൻസുകളും പിന്നെ എൻ്റെ തന്നെ മാനസികാവസ്ഥയ്ക്ക് എനിക്ക് പുറത്തുനിന്നൊരു സപ്പോർട്ട് വേണ്ടെന്ന ആവശ്യകതയിലേക്ക് എത്തിയപ്പോൾ ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ് അവരൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം, നമ്മൾ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മളെ അത് ആരും പഠിപ്പിക്കുന്നില്ല സ്കൂളിൽ എവിടെയും. വ്യക്തികൾ, ബന്ധങ്ങൾ, പ്രവർത്തികൾ, ഇതിലൊക്കെ ഒരുപാട് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഇതാ സൈക്കോളജിയുടെ എന്തോ ഇതാണെന്നൊന്നും വിചാരിക്കരുത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ പാറ്റേൺസ് വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ളതല്ലാതെ, കുറച്ച് ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളതല്ലാതെ ഞാൻ ഇതുവരെ സൈക്കോളജി ഒന്നും തന്നെ പഠിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ പറയാൻ മാത്രമുള്ള ക്വാളിഫിക്കേഷൻസും അതിലില്ല. അതുകൊണ്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയ സൈക്കോളജിസ്റ്റുകളിലൊരു വീഡിയോ ചെയ്ത സമയത്ത് അത് കൃത്യമായിട്ട് പറഞ്ഞത്. ഞാൻ പറയുന്ന ഒരു കാര്യവും നിങ്ങൾ സയൻറ്റിഫിക്കലി ഇതാണ് ശരി എന്ന് പറഞ്ഞെടുക്കരുത്. ഉറപ്പായും നിങ്ങളുടേതായിട്ടുള്ള പഠനം നടത്തണം. അത് ഞാനെന്നല്ല, ആര് പറഞ്ഞു കഴിഞ്ഞാലും. അല്ലെങ്കിൽ അതൊരു സർട്ടിഫൈഡ് പ്രൊഫഷണൽ ആയിരിക്കണം. ഇപ്പോൾ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും സൈക്കോളജിസ്റ്റ് എന്ന് വെക്കാം. അങ്ങനെയല്ല സൈക്കോളജിസ്റ്റ്. അത് ഇപ്പം എങ്ങനെ പറയാം, നിങ്ങൾ
ഇത് മുഴുവൻ തിയറി പഠിച്ചു കഴിഞ്ഞാലും പ്രാക്ടീസ് ചെയ്യണം, മനസ്സിലാക്കണം. കുറേ അധികം പഠിക്കാനുണ്ട്. മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് 2-3 ടെക്സ്റ്റ് ബുക്കുകളല്ല. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സർട്ടിഫൈഡ് എക്സ്പീരിയൻസ്ഡ് പ്രൂവൺ പ്രൊഫഷണൽ പറയുന്നത് മാത്രമേ നിങ്ങൾ അതിൽ എടുക്കാൻ പാടുള്ളൂ എന്നേ ഞാനും പറയുള്ളൂ. പിന്നെ എനിക്കൊരു നല്ല കൗൺസിലർ ആകാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് ഞാൻ അതിനെ എടുക്കുന്നു. നമ്മൾ മനസ്സിൽ തട്ടി പറയുന്ന പല കാര്യങ്ങളും പല ആളുകളെയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നറിയുന്നതിൽ, പിന്നെ ഞാൻ ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിലും എൻ്റെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് ആൾക്കാർ എന്നെ വിളിച്ച് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യുമോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഉണ്ണി നിങ്ങൾ എവിടെയാണ്, ആരെയാണ് പോയി കൺസൾട്ട് ചെയ്തത്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ സജസ്റ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് എനിക്ക് മെസ്സേജുകൾ വരുന്നത്. സോ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനല്ല അവർക്ക് ആശ്വാസം കൊടുക്കേണ്ടത്, ആശ്വാസം കൊടുക്കാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ കൗൺസിലർ ആവുക എന്ന് പറയുന്നത് ഞാൻ അതിന് നിലവിൽ പ്രിപ്പയർഡല്ല. എനിക്ക് കുറച്ചും കൂടി ഞാൻ തന്നെ ഒന്ന് ഹീലാവാനുണ്ട്. എനിക്ക് എൻ്റെ ലൈഫിലെ കുറേ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ധാരണയിലേക്ക് എത്താനുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മറ്റേ മഹാത്മാഗാന്ധിയുടെ പഴയ ഒരു കഥയുണ്ടല്ലോ, ഒരു കുട്ടിയെ കൊണ്ട് അമ്മ വന്നിട്ട് ഇവനോട് പഞ്ചസാര കഴിക്കരുത് എന്ന് ഉപദേശിക്കാൻ പറയുന്നു. മഹാത്മാഗാന്ധി 3 ദിവസം കഴിഞ്ഞ് വരാൻ പറയുന്നു. 3 ദിവസം കഴിഞ്ഞ് ഈ കുട്ടി വന്നു കഴിയുമ്പോൾ മോനെ നീ പഞ്ചസാര കഴിക്കരുതെന്ന് ഉപദേശിച്ച് വിടും. അപ്പോൾ ശിഷ്യന്മാരൊക്കെ ചോദിക്കും, ഇത് ബുദ്ധൻ്റെ കഥയായിട്ടും കേട്ടിട്ടുണ്ട് കേട്ടോ, ഇതിങ്ങനെ ആൾക്കാരുടെ പേരുകൾ മാറി വരും, കഥയൊക്കെ ഒന്ന് തന്നെ. അപ്പോൾ ശിഷ്യന്മാരൊക്കെ ചോദിച്ചത്രേ, ഇത് നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ, കുട്ടി ഇത്രയല്ലേ ഉപദേശിക്കാനുള്ളൂ. അപ്പോൾ പറഞ്ഞത് എനിക്ക് പഞ്ചസാര കഴിക്കുന്ന ശീലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ശീലം മാറ്റാൻ പറ്റുമെന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് വേണമല്ലോ പറയാൻ. അപ്പോൾ ഞാൻ ആളുകൾക്ക് മാനസികമായി അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ റെഡി ആവണമെങ്കിൽ ആദ്യം ഞാൻ മാനസികമായി ഒന്ന് സെറ്റാണെന്ന് എനിക്കൊന്ന് ഫീൽ ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യട്ടെ. എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സൈക്കോളജിയുടെ ഒരു മേഖലയിലേക്ക് കടക്കണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായും പഠിച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ആയതിനു ശേഷം ഞാൻ പറയാം ഞാനൊരു നല്ല കൗൺസിലറാണ്, വേഗം എൻ്റെ അടുത്തേക്ക് വന്നോളൂ എന്ന്. പക്ഷേ നിലവിൽ ഈ കോംപ്ലിമെൻറ്റ് ഞാൻ എടുക്കുന്നു, ഞാൻ സൈക്കോളജി പഠിച്ചിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് ജസ്റ്റ് യു ഓർ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ബ്രില്യൻറ്റ് മൈൻഡ്സ് വർക്കിംഗ് ടുഗദർ? ഈ ബ്രില്യൻ്റ് എന്നുള്ളത് നീ ആഡ് ചെയ്തതല്ലോ അല്ലേ? ഓക്കെ, നമ്മൾ കഴിഞ്ഞൊരു 4-5 മാസം മുമ്പ് വരെ ഇറ്റ്സ് ജസ്റ്റ് മീ, ഞാൻ മാത്രമാണ് ഇതിൻ്റെ കണ്ടൻറ് ക്രിയേഷനിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും ഐഡിയേഷൻ ആണെങ്കിലും ബാക്കി കാര്യങ്ങളിലൊക്കെ. പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഒരുപാട് പേരോട് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്, ഇതൊന്ന് കണ്ടു നോക്കൂ. പല ഏജ് ഗ്രൂപ്പിലുള്ള പല സെഗ്മെൻറ്റിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുമെന്ന് പറയാറുണ്ട്. പക്ഷേ മൊത്തത്തിൽ അതിൻ്റെ ഒരു കണ്ടൻറ് റിസർച്ച്, തീരുമാനങ്ങൾ, പരിപാടികൾ എല്ലാം ഞാൻ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരാളുടെ കൂടി സപ്പോർട്ടുണ്ട്. ഇപ്പോൾ ഈ ചോദ്യങ്ങൾ പോലും 300-ലധികം വരുന്ന ചോദ്യങ്ങളെല്ലാം കൂടി ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു 30-40 ചോദ്യങ്ങളായിട്ടാണ്. അങ്ങനെ മെർജ് ചെയ്തിട്ട് ഇനിയും കുറച്ച് ചോദ്യങ്ങളും കൂടി മെർജ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾ സോർട്ട് ചെയ്ത് തരുന്നതും വേറൊരാളാണ്. അതുപോലെ കണ്ടൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഇപ്പോൾ ബ്യൂട്ടി വ്ളോഗേഴ്സിനെ കുറിച്ച് നമ്മൾ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. എനിക്ക് ഈ അടുത്ത് ഭയങ്കരമായിട്ടുള്ള അപ്രിസിയേഷൻ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിൽ എല്ലാ ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെയും എല്ലാ വീഡിയോയും ഇരുന്ന് കാണുക എന്ന് പറയുന്നത് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അത്രയധികം വീഡിയോസ് ഇവർ ചെയ്തിട്ടുണ്ട്, അത്രയധികം പ്രൊമോഷൻസ് ഇവർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ കമൻറ്റ് ബോക്സുകളിലൂടെ കടന്നു പോകണം, ഇവർ കൊടുത്തിട്ടുള്ള ലിങ്കുകൾ റെഫർ ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് സിനിമകളും മറ്റ് കണ്ടൻറ്റുകളും ഒക്കെ ഉള്ളത്. അപ്പം ഞാൻ വേറെ ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോവും. അപ്പോൾ സ്വാഭാവികമായും ആ കണ്ടൻറ്റിൽ ഞാനൊരു 99% എൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം മാറ്റി നിർത്തിയാൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ടീമിനാണ്. കാര്യം അത്രയും ഗംഭീരമായിട്ട് അവർ വർക്ക് ചെയ്ത് എനിക്ക് കിട്ടുന്നത് ഞാൻ ജസ്റ്റ് പ്രസൻറ്റ് ചെയ്താൽ മതി. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, റേഡിയോയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ 30 സെക്കൻഡ് മുമ്പോ 1 മിനിറ്റ് മുമ്പോ ഒരു സാധനം കൊണ്ട് തന്നിട്ട് നിങ്ങൾ നന്നായി പ്രസൻറ്റ് ചെയ്യുമെന്ന് പറയും. അത് നന്നായി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളൊരു ജോലി മാത്രമേ എനിക്കുള്ളൂ. ആ ജോലിയെ ഞാൻ കുറച്ച് കാണുന്നൊന്നുമില്ല കേട്ടോ, അത് ഇത്രയും കാലത്തെ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. പക്ഷേ അപ്പോൾ പോലും അതിന് ഏറ്റവും കൃത്യമായിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഈവൻ ഓരോ ഡാറ്റയും എടുത്ത് അത് ഈ ഓർഡറിലാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ പ്രസൻറ്റ് ചെയ്താൽ ഇങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ധാരണയിൽ കൃത്യമായി അതെനിക്ക് അറേഞ്ച് ചെയ്ത് തരുന്നത് വേറൊരു ടീമാണ്, എൻ്റെ ടീമാണ്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ ബിഗ് ബോസിൻ്റെ അനാലിസിസ് വീഡിയോസൊക്കെ കാണുമ്പോഴും അതിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ ചിലപ്പോൾ ഒരു 10% ഒക്കെ ഉണ്ടാവുള്ളൂ, ഇൻക്ലൂഡിങ് പ്രസൻറ്റേഷൻ. ബാക്കി ഈ പറയുന്ന ബ്രില്യൻ മൈൻഡ്സിൽ നിന്നാണ് വരുന്നത്. സോ എൻ്റെ ബ്രില്യൻ മൈൻഡ് ടീമിന് ഞാനൊരു താങ്ക്സ് പറയുന്നു. ആൻഡ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ സിനിമ റിവ്യൂ എന്തായാലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, അതിൽ നമുക്ക് വേറെ ആരെയും ഇടകലർത്താനൊന്നും പറ്റില്ല. ബാക്കി ഈ പറയുന്ന സോഷ്യൽ ഇഷ്യൂസിലേക്ക് വരുമ്പോൾ എസ്പെഷ്യലി അതുപോലെ തന്നെ സ്ത്രീപക്ഷ വിഷയങ്ങളെക്കുറിച്ച്, സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ഇവിടെ ഒരു ബ്രില്യൻ മൈൻഡ് കൂടിയുണ്ട്. ഈ കമൻസിനെ കുറിച്ച്, കമൻറ്റ് സെക്ഷനെ കുറിച്ച്, സോറി കേട്ടോ ജലദോഷമുണ്ട്, അപ്പം കുറച്ച് സൗണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി വരും, ക്ഷമിക്കുക. കമൻറ്റ് സെക്ഷനെ കുറിച്ച് വന്നിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. അതിലൊരു ചോദ്യം, ഹൗ ഡു യു ഡീൽ വിത്ത് ക്രിറ്റിസിസം ആൻഡ് നെഗറ്റിവിറ്റി? മറ്റൊന്ന്, നെഗറ്റീവ് കമൻറ്റ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? ഐ നോട്ടീസ്ഡ് യു ഹാവ് സ്റ്റാർട്ടഡ് റിപ്ലൈയിങ് ടു കമൻറ്റ്സ് മോർ ഫ്രീക്വൻ്റ്ലി ദീസ് ഡേയ്സ്. ഇറ്റ്സ് ലവ്ലി ടു സീ യു എൻഗേജ് വിത്ത് ദ പീപ്പിൾ who care about you and your content.
അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഈ കമൻറ്റ് ബോക്സിൽ വരുന്ന നെഗറ്റിവിറ്റിയും അതുപോലെ തന്നെ ക്രിറ്റിസിസവും എന്താണെന്നറിയോ, ഞാൻ പറയുന്നത് നിങ്ങൾ ഒരാൾ നന്നാവണം എന്ന് ആഗ്രഹിച്ച് പറയുന്ന ക്രിറ്റിസിസം, അതിൻ്റെ ടോൺ പോസിറ്റീവായാലും നെഗറ്റീവായാലും ഇറ്റ്സ് ഫൈൻ. പക്ഷെ മറ്റേ മുടിഞ്ഞു പോകണടാന്നൊക്കെ പറയണ പോലെ, അല്ലെങ്കിൽ നീയൊക്കെ എന്തുമായി കാണിക്കുന്നതെന്ന് പറയുന്നത് അത് വിമർശനമല്ല, അത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ പറയുന്ന ഈ നെഗറ്റീവ് കമൻറ്റ്സ് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരുന്ന അറ്റാക്കിൽ തകർന്നു പോയിരുന്നൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അതെന്നെ ഭയങ്കരമായി ബാധിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് നോക്കി കാണാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമായിരുന്നു. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് മുഴുവൻ നെഗറ്റീവ് കമൻറ്റ്സ് ആണ്. എല്ലാവരും മറ്റേ ഞാൻ ഈ പണി നിർത്തണം, ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് എന്ന് പറയുന്ന ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 100 പോസിറ്റീവ് കമൻറ്റ് കണ്ടാലും ഒരു നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോൾ അവിടെ സ്റ്റക്കായി പോകുന്നു എന്നുള്ളതായിരുന്നു. അതെന്നെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു ഹീലിംഗ് സ്റ്റേജിലാണ്. പിന്നെ ഈ പറയുന്ന കമൻറ്റ് ബോക്സിലെ സോർട്ടിങ്ങിൽ എൻ്റെ കൂടെ ഒരാളുണ്ട്. അപ്പം നമുക്ക് അപമാനിക്കാൻ വേണ്ടി വന്നുകൂടുന്ന ആളുകളെയൊക്കെ ഒഴിവാക്കുക എന്ന് പറയുന്നതിൽ ഇപ്പോൾ എനിക്ക് യാതൊരു കുറ്റബോധവും തോന്നാറില്ല. ഞാൻ നന്നാവണമെന്ന് ഒരാഗ്രഹവും ഇല്ലാത്ത കമൻറ്റ് ബോക്സിലുള്ള ബാക്കി, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ കോണ്ടൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകളോട് ഞാൻ സംസാരിക്കുന്നത് ഇറ്റ്സ് ലവ്ലി എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളൊരു കാര്യമാണ് നമ്മളെല്ലാവരോടും സംസാരിക്കുക എന്നുള്ളത്. പല കമൻറ്റുകളും കാണുമ്പോൾ റിപ്ലൈ കൊടുക്കണമെന്ന് മുമ്പ് വിചാരിച്ചിട്ട് പിന്നെ കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആവുമോ എന്നൊക്കെ ആലോചിച്ചിരുന്ന പല സമയങ്ങളിൽ നിന്ന് മാറിയിട്ട് നമ്മളിപ്പോൾ കമൻറ്റ്സിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതിനും നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. പിന്നെ മോശമായിട്ടുള്ള കമൻറ്റുകൾ ഞാൻ കാണുന്നതിന് മുമ്പ് ഇവിടെ ഹൈഡ് ചെയ്യാൻ ആളുണ്ട്. സോ മൊത്തത്തിൽ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഇപ്പോൾ നല്ല സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ എൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ എനിക്കും വളരെ പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ ആളുകൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ പഠിച്ചോ എന്ന് പോലും എനിക്ക് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. സോ കമൻറ്റ് ബോക്സിൽ ഉള്ള എൻ്റെ ഈ പ്രസൻസിന് താങ്ക്സ് പറയേണ്ടത് എൻ്റെ ടീമിന് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിന് ഞാൻ ആദ്യമേ ഒരു താങ്ക്സ് പറയാണ്. ഇപ്പോൾ കോസ്റ്റ്യൂംസ് ഒക്കെ നല്ല ചേഞ്ച് ഉണ്ടല്ലോ, നല്ല ലുക്കായിട്ടുണ്ട്, കൊള്ളാം, സന്തോഷമായി. പണ്ടൊക്കെ ഡ്രസ്സ് ഇടുന്ന സമയത്ത് സത്യം പറയാമല്ലോ, ഞാനൊരു ഷർട്ട് ഇട്ടിട്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ അതിപ്പോഴും അതിൻ്റെ ലാഞ്ചനയൊക്കെ ഉണ്ട്, ഇത് ശരിയായിട്ടില്ല, ഷർട്ട് നല്ല രസമുണ്ട് പക്ഷേ ഞാനിതിട്ടിട്ടൊരു സുഖമില്ലല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ലൈഫിലും കുറച്ച് കോൺഫിഡൻ്റ് ആണ്, കോസ്റ്റ്യൂംസിൻ്റെ കാര്യത്തിലും കുറച്ച് കോൺഫിഡൻ്റ് ആണ്. ഏത് കളർ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഏത് പാറ്റേണിലാണെങ്കിലും. പിന്നെ എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് തരാൻ നമുക്കിപ്പോൾ ഒരു ടീമുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ ഒരു ഭംഗിയും കൂടി ആയിരിക്കാം ഈ കൈ കിട്ടുന്ന ഡ്രസ്സ് ഇടുക എന്നുള്ളതിന് പകരം ഉണ്ണി ഇതിടുന്നതാണ് കുറച്ചും കൂടി സ്യൂട്ടാവുക, അല്ലെങ്കിൽ ഇതാണ് നല്ലത് എന്നുള്ള രീതിയിൽ സജസ്റ്റ് ചെയ്ത് തരാൻ നമുക്കിപ്പോൾ ആളുണ്ട്. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കാഷ്വലായിട്ട് ഇരിക്കാൻ പറ്റണം. നമ്മളൊരു ഷർട്ടോ അല്ലെങ്കിൽ ഒരു പാൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുമ്പോൾ നമ്മൾ എന്തിൻ്റെയോ അകത്ത് പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെ അല്ലാതെ വളരെ കാഷ്വലായിട്ട് ഭയങ്കര ഒരു ബ്രീത്തബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഇരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു പ്രിഫറൻസിനനുസരിച്ചുള്ള ഡ്രസ്സ് എങ്ങനെ ചൂസ് ചെയ്യണം, എങ്ങനെ എടുക്കണം എന്ന് പറയുന്ന പോലത്തെ പരിപാടിയൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെയും കൂടി എൻ്റെ കംഫർട്ടിനുള്ള ഡ്രസ്സ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു റിഫ്ലക്ഷനും നിങ്ങൾ കാണുന്നുണ്ടാവും. അതും ഈ പറയുന്ന ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതിലെ ടീമിൻ്റെ കോൺട്രിബ്യൂഷനാണ്. നെക്സ്റ്റ്, ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകുന്നതാണോ ഇഷ്ടം? കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ കൈയടിച്ച് കണ്ട സിനിമ? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകുന്നതാണ് എനിക്കിഷ്ടം. കാരണം നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തീർച്ചയായും സിനിമ കണ്ടു കഴിഞ്ഞ് ഞാൻ വന്ന് നോട്ട്സൊക്കെ എഴുതി റിവ്യൂ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആ സമയം വരെയും എനിക്കൊരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവരുത് എന്നുണ്ട്. തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് പലരും വന്ന് ഷെയ്ക്ക് ഹാൻഡ് തരികയും പടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ പരമാവധി ആളുകൾക്ക് മറുപടി കൊടുക്കാതെ ഞാൻ ഇറങ്ങി വരികയാണ് ചെയ്യുക. കാര്യം ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അവർ അവരുടെയും കൂടി ഒപ്പീനിയൻ പറയും. അപ്പോൾ ഈ ഒപ്പീനിയൻ എല്ലാം കൂടി മിക്സ് ആയിട്ട് ഇത് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഈ വനിതാ വിനീത തിയേറ്ററിൽ ഞാൻ പടം കാണാൻ പോകുന്നത് കൊച്ചിയിലുണ്ടായിരുന്ന സമയത്ത് അവസാനത്തെ ഒരു 2-3 ആഴ്ചയായപ്പോൾ ഞാനങ്ങ് കുറച്ചായിരുന്നു. കാരണം പടം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും കിടിലൻ സിനിമ, കില്ലാടി സിനിമ, പടം കണ്ട് ഞാൻ ബോറടിച്ചിരുന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഇവിടെ കിടിലൻ സിനിമ, കില്ലാടി സിനിമ എന്ന് പറയുന്നു. കുറേ ആൾക്കാർ ഇറങ്ങി വന്ന് ഞങ്ങൾ ചിരിച്ച് മരിച്ചെന്ന് പറയുന്നു. പിന്നെ ഈ സിനിമയുടെ ചില PR ടീമുകളുടെ ഒരു തന്ത്രമൊക്കെ ഉണ്ട്. അതായത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മാറി നിന്നിട്ട് ഗംഭീര പടമായിരുന്നല്ലേ, പൊളിച്ചില്ലേ, സൂപ്പറല്ലേ എന്നൊക്കെ പറയുന്ന പോലത്തെ ഡയലോഗുകൾ ഒച്ചത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇത് പടം കഴിഞ്ഞ് ഇറങ്ങുന്ന എല്ലാവരെയും ഇമ്പാക്റ്റ് ചെയ്യും. അതേപോലെ എന്നെ ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ അതുകൊണ്ട് അങ്ങനെയുള്ള പല പരിപാടികളിൽ നിന്ന് മുങ്ങി വളഞ്ഞ് നടന്ന് ആരെയും കേൾക്കാതെ, ആൾക്കും ചെവിയും കണ്ണും ഒന്നും കൊടുക്കാതെ തന്നെ ഓടി രക്ഷപ്പെടുന്ന പോലത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് വന്നപ്പോഴും ഇവിടെയും ഈ പറയുന്ന ഈ തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾ, അതിൻ്റെ ബഹളങ്ങൾ ഇതൊക്കെ കേൾക്കാറുണ്ടെങ്കിൽ ഞാൻ ഒന്നും ശ്രദ്ധിക്കാതെ തന്നെ ഇറങ്ങി വരികയാണ് ചെയ്യുക. എനിക്കൊരു പുറത്തുനിന്നുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുക, ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുക, അതിനോട് താല്പര്യമില്ല. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് നിങ്ങളോട് പറയുന്നത്. ആ ഒരു രീതിയിലാവുന്നതുകൊണ്ട് ഒറ്റയ്ക്ക് കാണാനാണ് ഇഷ്ടം. പിന്നെ കൈയടിച്ച് കണ്ട സിനിമ കുറേ ഉണ്ട്. ഈ ഭയങ്കര രോമാഞ്ചം വന്ന് കണ്ട സിനിമ ഇപ്പോൾ ലോകയൊക്കെ അങ്ങനെ കണ്ടൊരു സിനിമയാണ്. നമ്മൾ ഓരോ സീനിലും ഓരോ സംഭവങ്ങളും വരും, എൻ്റെ മോനെ എന്തോ മരി കാണിച്ചു വെച്ചിരിക്കണം എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പം എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നില്ല. അതുകൊണ്ടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത്
ആ റിവ്യൂ വീഡിയോയിൽ ഉറപ്പായിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അടുത്ത ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉണ്ണിക്ക് ഒരിക്കലും ദേഷ്യം വരില്ലേ? ഒച്ച ഉയർത്തി സംസാരിക്കാറില്ലേ? വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയാണോ നേരിട്ടും? നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഒച്ച താഴ്ത്തിയാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നതാണോ? ഇതെൻ്റെ മാക്സിമം ത്രോയാണ്. ഞാൻ ഒച്ച താഴ്ത്തി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ശബ്ദത്തിൽ ഞാൻ സംസാരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, നമ്മൾ റിവ്യൂ വീഡിയോയിൽ സംസാരിക്കുമ്പോൾ ഇത് ഒച്ച ഉയർത്തി സംസാരിക്കുന്നതാണ്. പിന്നെ ഷൗട്ട് ചെയ്യുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു എന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ അനിയത്തി ഓർമ്മിച്ചപ്പോഴാണ്. അതായത് വലിയേട്ടൻ പണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഈ 2 ചേട്ടന്മാരുള്ളതിൽ കുറച്ച് മൂത്ത ചേട്ടനായതുകൊണ്ട് എന്നെ വലിയേട്ടൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വലിയേട്ടൻ ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ. പക്ഷേ ഇപ്പോൾ ഒട്ടും ദേഷ്യം പ്രകടിപ്പിക്കാറില്ല എന്ന്. അതെവിടെയാണ് എനിക്ക് കൈമോശം വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ലതല്ലേ? നമ്മളെന്തിനാണ് ആൾക്കാരോട് ഷൗട്ട് ചെയ്ത് വെറുപ്പിച്ച് വിറപ്പിച്ച് അങ്ങനെ നടക്കുന്നത്? അങ്ങനെ നടന്നിട്ട് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? പക്ഷേ അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ചാടുന്ന, ഭയങ്കരമായിട്ട് ശബ്ദം എടുത്ത് വർത്താനം പറയുന്ന, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻ എന്താണെന്ന് നോക്കാതെ കൗണ്ടർ അടിച്ചിരുന്ന അങ്ങനെയൊക്കെയുള്ളൊരു സമയമുണ്ട്. ആ സമയത്തുള്ള എന്നിൽ നിന്ന് ഇതുവരെയുള്ള മാറ്റത്തിൻ്റെ റിഫ്ലക്ഷനാണ് നിങ്ങൾ ഈ ചാനലിൽ പല വിഷയങ്ങളിലുള്ള നമ്മുടെ കാര്യങ്ങൾ കാണുമ്പോൾ കേൾക്കുന്നത്. പിന്നെ ഈ അടുത്തൊക്കെ ദേഷ്യം വന്ന് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് നിലയ്ക്കൊക്കെ നമ്മൾ മനുഷ്യന്മാരല്ലേ, അങ്ങനെ ഇമോഷണൽ ആകുമ്പോൾ ഇടയ്ക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതെൻ്റെ ഒരു സ്ഥിരം പരിപാടി അല്ല. വല്ല കാലത്തൊക്കെ ദേഷ്യം വന്നാലായി എന്നുള്ളതാണ്. നിങ്ങൾ ഈ കാണുന്നതിന് ഞാൻ വലിയ വ്യത്യാസമൊന്നും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ബാക്കിയുള്ളവർ പറയേണ്ടതല്ലേ. ഞാൻ എപ്പോഴെങ്കിലും നമ്മുടെ ഈ ചാനലിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളെയും എൻ്റെ ബന്ധുക്കളെയൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കും, അപ്പോൾ അവർ പറയട്ടെ എന്താണെന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിൽ നിന്ന് അങ്ങനെ ഭയങ്കര വ്യത്യാസമുള്ള ഒരാളൊന്നുമല്ല. ചെയ്തതിൽ ഏറ്റവും സംതൃപ്തി തന്ന വീഡിയോ, ചെയ്തിട്ട് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയ വീഡിയോ, ചെയ്തതിൽ ഏറ്റവും സംതൃപ്തി തന്ന വീഡിയോ, സോഷ്യോ പൊളിറ്റിക്കൽ വീഡിയോസൊക്കെ നമുക്ക് ഭയങ്കര സംതൃപ്തി തരുന്ന വീഡിയോ ആണ്. കാരണം ഓരോ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ തോന്നാത്ത ആളുകളൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഉണ്ണി ഫുൾ സപ്പോർട്ട്, ഗംഭീര വീഡിയോ ആയിരുന്നു. അതിപ്പോൾ സിനിമാ മേഖലയിൽ നിന്നും മറ്റു മേഖലകളിൽ നിന്നുമൊക്കെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ വിളിച്ചിട്ട് ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഇതായി. എനിക്ക് ഭയങ്കര രസമായി തോന്നിയൊരു കാര്യം, ഞാൻ സൈക്കോളജിക്കൽ ഇഷ്യൂസിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ട് അത് എനിക്ക് തെറാപ്പി തരുന്ന സൈക്കോളജിസ്റ്റ് കണ്ടിട്ട് ഗംഭീര വീഡിയോ ആയിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടൊന്നുമില്ല, അവരുടെ ഫ്രണ്ട്സ് ആരോ ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് അവർ ആ വീഡിയോ കണ്ടപ്പോൾ അത് ഗംഭീര വീഡിയോ ആയിരുന്നു എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര രസം തന്നിട്ടുള്ളതാണ്. പിന്നെ അതിഭീകരമായ സാറ്റിസ്ഫാക്ഷൻ അത് ആ പോഡ്കാസ്റ്റ് വീഡിയോ ആണ്. എനിക്ക് ആ ഹെഡ്ഫോൺ കിട്ടിയതിന് ശേഷമുള്ള യു ഡിസേർവ് ബെറ്റർ എന്ന് പറയുന്നൊരു സംഭവം. കാരണം അതിന് ശേഷം വന്ന ആൾക്കാരുടെ ഇമോഷൻസ്, എന്നെ വിളിച്ചു പറഞ്ഞ ആൾക്കാരുടെ എക്സ്പീരിയൻസസ്, അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആ വീഡിയോ ചെയ്തതിന് ശേഷമുള്ള എൻ്റെ എക്സ്പീരിയൻസസ് ആണ് അതിഭീകരം. പല മേഖലയിൽ നിന്ന് ആൾക്കാർ വിളിക്കുകയും ഈ പറയുന്ന എല്ലാം ഉണ്ടാകുമ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നത് ചെറിയ പയ്യന്മാരെ നമുക്ക് മെസ്സേജ് അയക്കും, ചേട്ടാ ഞാൻ +1 പഠിക്കുന്നത്, ഞാൻ ഇത്രാം ക്ലാസ് മുതൽ നിങ്ങളുടെ വീഡിയോസ് കാണുന്നതാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ, കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ മാറ്റി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിള്ളേർ സെറ്റ് നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അവരൊരു ബെറ്റർ ഹ്യൂമൻ ആണ് എന്ന് അവർക്ക് ഫീൽ ചെയ്യുകയും അതിൽ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് അതിനേക്കാൾ സന്തോഷമുള്ള വേറെ എന്ത് കാര്യമാണുള്ളത്. എനിക്കിപ്പോൾ 35 വയസ്സായി. ഒരു 18 20 വയസ്സുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവർ ജനിച്ചിട്ടേ ഉള്ളൂ. അവരിപ്പോഴും എന്നെ കാണുന്നു എന്ന് പറയുന്നത് അത് എത്ര പേർക്ക് കിട്ടും ആ ഭാഗ്യം? ഒന്നെങ്കിൽ സിനിമാ നടനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു യൂട്യൂബറൊക്കെ ആയാൽ മാത്രം കിട്ടുന്നൊരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ മെസ്സേജുകൾ, ഞാൻ കരിക്കിൻ്റെ ജാതി എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര അറ്റാക്കും കാര്യങ്ങളും വന്നു. അതിനുശേഷം ജാതിയെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് ഇങ്ങോട്ട് വരുന്ന മെസ്സേജുകളിൽ ചിലത് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അവർ കരഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയക്കുന്നത്. ചേട്ടാ ഞങ്ങൾ ഇങ്ങനെ കുറേ അപമാനങ്ങൾ ഏറ്റുവാങ്ങി ഇത്രയും കാലം പോയി, അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതം കാണാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടുള്ള ആളുകളുണ്ട്. അവിടെയൊക്കെ ഞാൻ ആരെയൊക്കെയോ തൊടുന്നുണ്ട്, ആരുടെയൊക്കെയോ ലൈഫിൻ്റെ ഭാഗമാണ് ഞാൻ എന്ന് പറയുന്ന ഒരു ഫീലുണ്ട്. പിന്നെ ഈ ലാസ്റ്റ് ചെയ്തിട്ടുള്ള പല വീഡിയോസിന് ശേഷവും വന്നിട്ടുള്ള ഇപ്പം അമ്മമാരുടെയൊക്കെ മെസ്സേജുകൾ വരും, കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളുടെയൊക്കെ മെസ്സേജുകൾ വന്ന്, മോനെ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് പറഞ്ഞത് ഭയങ്കര കറക്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട്. കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ ഒരു ചേച്ചി ഓടി വന്ന് എന്നെ ഇങ്ങനെ കൈ പിടിച്ച് മാറ്റിക്കൊണ്ട് പോയിട്ട് നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞ് സെൽഫിയൊക്കെ എടുത്തിട്ട് പോയി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തരുന്ന എല്ലാ വീഡിയോസും, മനുഷ്യർ ഹൃദയം തുറന്ന് നമുക്ക് അപ്രിസിയേഷൻ തരുന്ന എല്ലാ വീഡിയോസും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നതാണ്. ചെയ്തിട്ട് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയ വീഡിയോ, അത് ഈ ചില സിനിമാക്കാരുണ്ടല്ലോ, ഞാൻ പറയാത്ത കാര്യം റിവ്യൂവിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പറഞ്ഞു നടക്കുന്നുണ്ട്. ഞാൻ എന്തിനാണ് ആ പടമൊക്കെ കാണാൻ പോയത് എന്ന് പറയുന്ന ഒരു തോന്നൽ എനിക്കുണ്ട്. അതിൻ്റെ പ്രൊമോഷൻ ടീം എന്നെ വിളിച്ചിട്ട് ട്രെയിലർ ഡീകോഡിങ് ചെയ്യാൻ പറഞ്ഞു, പടം കാണണമെന്ന് പറഞ്ഞു. ഞാൻ പടം കണ്ട് റിവ്യൂ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ അതിലുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ തപ്പി നോക്കി ആ റിവ്യൂ ഇപ്പോൾ കാണില്ല. പക്ഷെ അങ്ങനെയൊക്കെ എന്തിനാ? ആ സിനിമ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാനില്ലായിരുന്നു എന്ന് തോന്നുന്നു. മിക്കവാറും സിനിമകൾ കാണുമ്പോൾ നമുക്ക് ലൈഫിലേക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടാകും. ആ സിനിമയിലൊന്നും ഒന്നുമില്ലായിരുന്നു, എന്നിട്ട് ഞാൻ എന്തിനു ഇതൊക്കെ ഇപ്പോഴും കേൾക്കണം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു കുറ്റബോധമുണ്ട്.
അല്ലാതെ അങ്ങനെ പറയത്തക്ക കുറ്റബോധങ്ങളില്ല. ലൈഫിൽ ഓർത്തെടുക്കുമ്പോൾ തന്നെ ഏറ്റവും സന്തോഷം തരുന്ന മൊമെൻറ്റ് ഞാൻ കുറച്ച് പരത്തി പറഞ്ഞോട്ടെ, എന്നോട് വിരോധമൊന്നും തോന്നരുത്. അതായത് ലൈഫിൽ സന്തോഷം തരുന്ന മൊമെൻറ്റ്സ് എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ആ മൊമെൻറ്റ്സിൽ പലതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാകുകയോ അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയില്ല, അത് സന്തോഷമാണ്, ഞാൻ സന്തോഷത്തിലാണ്, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ പറയുന്ന ഒരു മെൻ്റൽ ഹീലിംഗ് ജേർണിയുടെ ഇടയിൽ എനിക്കുണ്ടായൊരു വലിയ മൊമെൻ്റ് എന്ന് പറയുന്നത് എനിക്ക് കരയാൻ പറ്റിയ ഒരു ദിവസം. അതായത് ഒരു സുപ്രഭാതത്തിൽ എണീറ്റിരിക്കുന്നു, എൻ്റെ വർക്കുകളൊന്നും നടക്കുന്നില്ല, പക്ഷേ മൈൻഡ് എങ്ങോട്ടും പോകുന്നില്ല. പുറത്തിറങ്ങിയ ആളുകളോട് സംസാരിക്കുമ്പോൾ ഞാൻ നോർമലാണെന്ന് എനിക്ക് തന്നെ തോന്നും, പക്ഷേ എൻ്റെ മുറിക്കകത്തേക്ക് കയറി കഴിയുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഷട്ട് ഓഫ് ആവും. എന്താണ് സംഭവിക്കുന്നത് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് സങ്കടം ഒരുപാട് വരുന്നുണ്ട്, ദേഷ്യം ഒരുപാട് വരുന്നുണ്ട്, എന്തൊക്കെയോ ഫീലിങ്സ് ഉണ്ട്, പക്ഷേ ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ സൈക്കാട്രിസ്റ്റിനെ പോയി കാണുന്നു, അവരെനിക്കൊരു മെഡിസിൻ തന്നു. ഒരു 7 days കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. ഒരു 3 days കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ വെറുതെ മേശപ്പുറത്ത് കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, മുമ്പിൽ എന്തോ പ്രതിമ എന്തോ ഉണ്ടായിരുന്നു. ഞാൻ കരയാൻ തുടങ്ങി, കണ്ണീര് വന്നു. ആ കരച്ചിലിന് ശേഷമുള്ള ഒരു റിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭീകരമായിരുന്നു. എന്ന് വെച്ചാൽ അതിമനോഹരമായിട്ടുള്ളൊരു മൊമെൻ്റായിരുന്നു അത്. ഞാൻ ആ മൊമെൻറ്റിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു. എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എന്തോ ഇറങ്ങിപ്പോയല്ലോ എന്നുള്ളത്. അതിന് ശേഷമുള്ള ഒരു ദിവസം കാറിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മയോടും അനിയത്തിയോടും ദേഷ്യപ്പെട്ടു. അവർ രണ്ടുപേരും പേടിച്ചു. കാര്യം ഞാൻ എത്രയോ കാലത്തിന് ശേഷമാണ് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത്. ഞാൻ ശരിക്കും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് കുറ്റബോധം തോന്നേണ്ടതാണ്, പക്ഷേ എനിക്ക് സന്തോഷം ആണ് തോന്നിയത്. കാരണം പല ദേഷ്യം ഉണ്ടാകുന്ന മൊമെൻറ്റുകളും ഹോൾഡ് ചെയ്ത് ആ മൊമെൻറ്റിൽ ഞാൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു റിലീഫ് ഫീൽ ചെയ്തു. പിന്നീട് ഞാൻ അവരോട് സംസാരിച്ചു, അവരോട് സോറിയൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മൾ കോംപ്ലിമെൻറ്റ്സ് ആക്കി. പക്ഷേ ഈ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുക എന്ന് പറയുന്നത്, അത് പ്രകടിപ്പിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന റിലീഫ് അനുഭവിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് സമ്മാനം കിട്ടിയപ്പോൾ ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്, അപ്രിസിയേഷൻസ് കിട്ടിയപ്പോൾ ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ മാനസികാരോഗ്യമാണ് ഏറ്റവും പ്രധാനം. അതിനെ തടസ്സമാകുന്ന ഏതൊരു കാര്യത്തിൽ നിന്നും നമുക്ക് മുന്നോട്ട് മാറാൻ പറ്റുന്നുണ്ടോ, അതിലെന്ത് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ, ആ മൊമെൻറ്റ് ഇറ്റ്സ് ഹാപ്പിനെസ്. അടുത്തൊരു ചോദ്യം, ഈ ചോദ്യം വളരെ വലിയ ചോദ്യമായിരുന്നു. എന്ന് വെച്ചാൽ ആ വലിയ പാരഗ്രാഫായിട്ടായിരുന്നു, ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള ഒരു പാർട്ട് അതിനുണ്ടായിരുന്നു. ചോദ്യം എങ്ങനെയാണ്: ഈവൻ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഫോൾ ഫോർ പ്രൊപ്പഗാൻഡ ന്യൂസ്, ഹൗ ഡു യു സ്റ്റേ ബാലൻസ്ഡ് ആൻഡ് ട്രൂത്ത്ഫുൾ? ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഒത്തിരി വിവരമുണ്ട്, ലോകം കണ്ടവരാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളൊക്കെ പ്രൊപ്പഗാൻഡ ന്യൂസുകളും പ്രൊപ്പഗാൻഡ സിനിമകളൊക്കെ വിശ്വസിക്കുന്ന ഈ ലോകത്ത് ട്രൂത്ത്ഫുള്ളായി ഇരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഞാൻ ട്രെയിൻഡ് ആയതിൻ്റെ ആയിരിക്കും. നമ്മൾ പെർസ്പെക്റ്റീവുകൾ അവതരിപ്പിക്കാനാണ്. ഞാൻ റേഡിയോയിലൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് കാര്യം കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് അതിനെക്കുറിച്ചൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവണം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പം ബിയെ കടിച്ചു, ബിക്ക് കടി കൊണ്ടു, കടിക്കുന്ന സ്വഭാവമുള്ള ആളാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെർസ്പെക്റ്റീവ് ഉണ്ടോ? ഈ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ നമുക്ക് ഒത്തിരി പെർസ്പെക്റ്റീവുകൾ കണ്ടെത്താൻ പറ്റും. ആ പെർസ്പെക്റ്റീവുകൾ ഓരോന്നും ഐഡൻറ്റിഫൈ ചെയ്യാനും അതിലേതിനോടാണ് നമ്മൾ കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്, അതിനെ എങ്ങനെയാണ് നമുക്ക് എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നേരെ റിവേഴ്സും ഉണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ വാർത്ത കണ്ടു, ആ വാർത്ത അതുപോലെ അവതരിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പത്രത്തിന് അവരുടേതായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡുണ്ട്. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ന്യായീകരിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ പുഷ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വിഭാഗമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മതവിഭാഗം ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ടൈറ്റിലും റിപ്പോർട്ടിങ്ങിലും ഒക്കെ മാറ്റങ്ങളുണ്ടാവും. 4 പത്രം എടുത്ത് ഒരേ വാർത്ത വായിച്ചാൽ തീരാവുന്ന സംശയമുള്ളൂ അത്. അങ്ങനെയുള്ളപ്പോൾ അതിൽ നിന്ന് ആ പെർട്ടിക്കുലർ വാർത്തയെ മാത്രം എടുത്തിട്ട് നമ്മുടെ പെർസ്പെക്റ്റീവ് അവതരിപ്പിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 10-12 വർഷത്തോളം ഞാൻ ആ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു നാക്കുണ്ട്. എപ്പോഴും അത് സക്സസ് ആവണമെന്നില്ല, ചിലപ്പോൾ നമ്മളെയും പറ്റിക്കുന്ന വാർത്തകൾ ഉണ്ടായേക്കാം. പക്ഷേ എന്ത് കേട്ട് കഴിഞ്ഞാലും അത് വെള്ളം തൊടാതെ വിഴുങ്ങുന്നതിന് പകരം ഒന്ന് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ പ്രോസസ്സ് ചെയ്യുമ്പം ആർക്കും അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഈ മൈൻഡ് ബയസ്ഡ് അല്ലെങ്കിൽ, നിങ്ങളുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡുകളൊന്നും ബയസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സാധനം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ട്രൂത്ത്ഫുള്ളായിരിക്കുന്നത് ഞാനായിരിക്കുക, മറ്റേ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് പറയുന്ന പോലെ ഞാനായിട്ടേ ഇരുന്നിട്ടുള്ളൂ എന്ന് പറയുന്ന പോലെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നതും ഞാൻ എന്നെ തന്നെ കണ്ണാടി നോക്കുമ്പോൾ കാണുന്നതും ഇതേ എന്നെ തന്നെയാണ്. ഇതിൽ രണ്ടിലും ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യക്തികളൊന്നുമില്ല. ഞാൻ സത്യസന്ധമായി തന്നെയാണ് കാര്യങ്ങൾ പറയാറുള്ളത്. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ പറയണോ? യെസ്, പറയുന്നതിനെന്താ, ഞാൻ കള്ളമൊന്നും പറയുന്നില്ലല്ലോ. അടുത്ത ചോദ്യം: ഫ്രീക്വൻ്റായി എക്സ്പ്ലനേഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഷിഫ്റ്റ് എങ്ങനെ സംഭവിച്ചു? അതെനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്, എക്സ്പ്ലനേഷൻ വീഡിയോസ് ചെയ്യുക എന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഒരു സംഭവത്തെക്കുറിച്ച് പറയാൻ പറ്റുക. ഇപ്പോൾ ഒരു
ഒരു റീൽ എടുത്ത് വെച്ചിട്ട് ആ റീലിൻ്റെ അതേ ലെങ്ത്തിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1-2 പോയിൻറ്റ്സേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ വിശദമായിരുന്ന് സംസാരിക്കാനാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിൽ പറയാൻ പറ്റും. കുറച്ചും കൂടി കൺവിൻസിംഗ് ആയി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് എക്സ്പ്ലനേഷൻ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിനിമ എക്സ്പ്ലനേഷൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ചിലത് സിനിമ റീവാച്ച് ചെയ്യുമ്പോൾ ഒന്നും കിട്ടില്ല. പക്ഷേ റീവാച്ച് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു ബേസിക് സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അയ്യോ ഇത് ഇങ്ങനെ ആയിരുന്നല്ലേ എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോവും. അപ്പോൾ നമ്മളത് വീണ്ടും ഒന്ന് റിവൈൻഡ് ചെയ്ത് ആ സ്ക്രിപ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്ത് വരുമ്പോഴേക്കും അതിന് വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും. ഇനി സോഷ്യൽ ഇഷ്യൂസ് ആണ് ഈ എക്സ്പ്ലനേഷൻ പാർട്ടിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ്റർവ്യൂ അനാലിസിസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമുക്കൊരു ടീമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നിടത്ത് എനിക്ക് ചിലപ്പോൾ 3 വീഡിയോ ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് വേണ്ടി കണ്ടൻറ്റ് സെറ്റ് ചെയ്ത് തരുന്ന ആൾ കണ്ടൻറ്റ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിത് ഷൂട്ട് ചെയ്യലും എഡിറ്റ് ചെയ്യലും പരിപാടിയൊക്കെ നടക്കുമ്പോഴും ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ എക്സ്ട്രാ ഒരു വീഡിയോ കോണ്ടൻറ്റും കൂടി എടുത്ത് അതും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടി ചെയ്യാം എന്ന് പറയുന്ന ഒരാൾ കൂടെ ഉള്ളപ്പോൾ സ്വാഭാവികമായും നമ്മുടെ കണ്ടൻറ്റിൻ്റെ എണ്ണം കൂടും. ആ പറയുന്ന എക്സ്പ്ലനേഷൻ കുറച്ചും കൂടി വിശദമായി മാറും. 2 വ്യക്തികളുടെ പെർസ്പെക്റ്റീവ് അതിനകത്തേക്ക് വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കൂടുതലായിട്ട് കാണുന്നത്. അത് ടീം ബിൽഡിങ്ങിൻ്റെ ഭാഗമാണ്. റീസെൻറ്റ് ഫേവറേറ്റ് സോങ് ഇൻ യുവർ പ്ലേലിസ്റ്റ് എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് ലാസ്റ്റ് ഞാൻ അങ്ങനെ റിപ്പീറ്റ് അടിച്ച് കേട്ടത് നരിവേട്ടയിലെ ട്രാക്കായിരുന്നു. ആദിവാസിക്കെന്ത് എന്ന് പറയുന്ന ആ ട്രാക്കുണ്ട്. ഞാനതിൻ്റെ ലിറിക്ക് ഇപ്പോഴും ഓർക്കുന്നില്ല, പക്ഷേ ഞാൻ റിപ്പീറ്റ് അടിച്ച് എത്രയോ ദിവസം ഇരുന്ന് കേട്ടു. അതിൻ്റെ അകത്ത് എല്ലാവരും മിന്നൽവള കേൾക്കുമ്പോൾ മിന്നൽവള ഞാൻ കൂടിപ്പോയ ഒരു 3-4 പ്രാവശ്യം ഇൻക്ലൂഡിങ് തിയേറ്റർ കേട്ടിട്ടുണ്ടാവുള്ളൂ. ബാക്കി ഞാൻ കേട്ടോണ്ടിരുന്നു, റിപ്പീറ്റ് അടിച്ച് കേട്ടത് മുഴുവൻ ആ സിനിമയിലെ മറ്റ് ട്രാക്കുകളൊക്കെയാണ്. ഭയങ്കര ലൈഫുള്ള, ഭയങ്കര ഡെപ്തുള്ള, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പാട്ടുകളായിരുന്നു. പിന്നെ ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്തിട്ട് പഴയ ഏതെങ്കിലും പാട്ട് കേൾക്കും. അപ്പോൾ ഈ പാട്ട് കൊള്ളാലോ എന്നൊക്കെ വിചാരിച്ച് അത് റിപ്പീറ്റ് മോഡിലിരുന്ന് കേൾക്കും. അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ തവണ കേട്ടിട്ടുള്ള ഒരു പാട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാം. ഋതുഭേദ കൽപ്പന ചാരുന്ന് നൽകിയ പരിരംഭണ കുളിർ പോലെ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. നമ്മുടെ ശാന്തി കൃഷ്ണയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയിലെ പാട്ടാണ്. ഇളയരാജയാണ് അതിൻ്റെ മ്യൂസിക്. അതൊന്ന് കേട്ട് നോക്കും. ഞാൻ ആ പാട്ട് കണ്ണൂരിൽ നിന്ന് എറണാകുളം വരെ ഏകദേശം 6.5-7 മണിക്കൂർ ട്രെയിനിലിരിക്കുകയാണ്. അത്രയും സമയം ഞാൻ റിപ്പീറ്റ് മോഡിട്ട് കേട്ടു ആ പാട്ട്. എന്നിട്ടും എനിക്ക് കൊതി തീർന്നില്ല. അങ്ങനത്തെ ഒരു ഫീലാണ് അതിനകത്തെ പല പോർഷൻസും. അത് കേൾക്കുമ്പോൾ മനസ്സിങ്ങനെ പെട്ടെന്ന് ഓടാൻ തുടങ്ങുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. ഭയങ്കര ഫീലാണ്. അപ്പോൾ ആ പാട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാണ് കേട്ടിട്ടില്ലാത്ത ആളുകൾക്കൊന്ന് കേട്ട് നോക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തുകൂടെ എന്നുള്ളതാണ്. ഇൻ്റർവ്യൂ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അതിന് നമ്മൾ സെറ്റപ്പ് ഒന്നുകൂടി വിപുലമാക്കണം. ഈ പറയുന്ന സ്റ്റാർസൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നോക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ എവിടെയും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറയാൻ അവർക്കും, വേറെ ആരും ചോദിച്ചിട്ടില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഡിഫറൻറ്റ് ചോദ്യങ്ങൾ ചോദിക്കാൻ, ഒരു 2-3 ചോദ്യമെങ്കിലും ചോദിക്കാൻ എൻ്റെ കയ്യിലുള്ള ആൾക്കാരെ മാത്രമല്ലേ ഞാൻ വിളിച്ചിട്ട് കാര്യമുള്ളൂ. അങ്ങനെ എനിക്ക് ചോദ്യം ഉണ്ടാകുന്ന സമയത്ത് ഒരാളെ വിളിക്കുമ്പോൾ അയാൾക്കിപ്പോൾ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ നടക്കും. ഇപ്പോഴത്തെ ഇൻ്റർവ്യൂ പാറ്റേണുകൾ എന്ന് പറയുന്നത്, ഒരു സിനിമ വരുമ്പോൾ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രൊമോഷൻ്റെ ഭാഗമായി വരുന്ന ആൾക്ക് ചോദ്യം കൊടുക്കാൻ എൻ്റെ കയ്യിൽ ചോദ്യം ഉണ്ടാവണമെന്നില്ലല്ലോ. ഒരുപാട് കാര്യങ്ങൾ അലൈൻഡ് ആയിട്ട് വരാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അടുത്തത്, അറ്റ് ദിസ് പോയിന്റ് വാട്ട് ഈസ് യുവർ ഡ്രീം അതർ ദാൻ ബിൽഡിംഗ് യൂട്യൂബ് ചാനൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് എന്താണ് എൻ്റെ ഡ്രീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞാമൻ്റെ എതിരെന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്ന ഏറ്റവും വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. അതായത് ജാതീയമായി ദളിത് കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് തടസ്സമായി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മൂലധനമില്ലായ്മയാണ്. ഭൂമിയായാണെങ്കിലും പണമായാണെങ്കിലും മൂലധനമില്ലായ്മയാണ്. എൻ്റെ ഒരു മുൻ ജനറേഷൻ മുഴുവൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ആർക്കും വേണ്ടാത്ത വിലയില്ലാത്ത കുറച്ച് ഭൂമിയുള്ള പൂർവികരുണ്ടായിരുന്നു എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സ്വന്തമായി അവകാശപ്പെടാൻ ഒരു തുണ്ട് ഭൂമിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലാൻഡ് പണയം വെക്കാമെന്ന് പറഞ്ഞാൽ പോലും അതിനൊന്നും ചെയ്യാനുള്ള യാതൊന്നും തന്നെ നമുക്ക് പരമ്പരാഗതമായിട്ട് പകർന്നു കിട്ടിയിട്ടില്ല. വിദ്യാഭ്യാസമില്ലായ്മ, വലിയ ജോലി ലഭ്യതയില്ലായ്മ, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ തലമുറയിൽ തന്നെ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളതും നല്ലൊരു നിലയിലേക്ക് വന്നിട്ടുള്ളതും എൻ്റെ അച്ഛനാണ്. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ നോക്കുമ്പോൾ സ്വന്തമായി ഒരു ഭൂമി ഉണ്ടാവുക, സ്വന്തമായി ഒരു വീടുണ്ടാവുക, ഒരു മൂലധനം ഉണ്ടാവുക, ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പല സ്ട്രഗിളുകളിലൂടെയും എൻ്റെ മക്കൾ കടന്നു പോകാതിരിക്കണമെങ്കിൽ ഉറപ്പായും ഞാനൊരു മൂലധനം ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഡ്രീം എന്ന് പറയുന്നത്. പിന്നെ പിള്ളേരുണ്ടാവുക, ഫാമിലി ഉണ്ടാവുക, ഹാപ്പിയായിട്ട് ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. ഈ സാധാരണ മനുഷ്യന്മാരൊക്കെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നൊരു ജീവിതം ഉണ്ടല്ലോ, ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കുള്ളൊരു സമയം, അത് കഴിയുമ്പോൾ ഫാമിലിയായിട്ട്, പിന്നെ ഫാമിലിയിലുള്ള വഴക്കുകളും പ്രശ്നങ്ങളും ബഹളങ്ങളും പിള്ളേരും ബഹളവും ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ലൈഫ് അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. പക്ഷേ അതിനൊക്കെ മുമ്പ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് മൂലധനം ഉണ്ടാവുക എന്നുള്ളതാണ്, ഭൂമിയും വീടുമൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. അതാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. നേരത്തെ എന്നെ 20 വയസ്സിലുള്ള എന്നെ കണ്ടാൽ എന്ത് ഉപദേശം കൊടുക്കുമെന്ന് ചോദിച്ചില്ലേ, അത് ഞാൻ 20-ാം വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തേനെ. പക്ഷേ ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ തെറ്റ് റിയലൈസ് ചെയ്യുകയും അത് തിരുത്താൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. വാട്ട് അബൌട്ട് ഫേവറേറ്റ് ഫുഡ്? ബിരിയാണി, ഇറ്റ്സ് ചിക്കൻ ബിരിയാണി, വേറെ അതിനകത്ത് ഒന്നുമില്ല. പിന്നെ പൊറോട്ടയും ബീഫൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. തിരുവനന്തപുരത്ത് ജോലിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ സാലറിയുടെ 2 ഇരട്ടിയായിരുന്നു എൻ്റെ സാലറി.
അപ്പോൾ മുമ്പുണ്ടായിരുന്ന സാലറിയിൽ EMI പരിപാടിയും ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം വാടക കൊടുക്കാനുള്ള പൈസയൊക്കെ ആയിരുന്നെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ഞാൻ വരുമ്പോൾ അത്രയും തന്നെ സാലറി എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഇരിക്കുക. ഞാൻ ഒരു മാസം മുഴുവൻ പൊറോട്ടയും ബീഫും കഴിച്ചു. ഒരു മാസം മുഴുവൻ എൻ്റെ വയറിന് കിട്ടാവുന്ന എല്ലാ പണിയും കിട്ടി. അതുകൊണ്ട് ഞാൻ പൊറോട്ടയും ബീഫൊക്കെ ഇപ്പോൾ വല്ല കാലത്ത് നമുക്കൊരു ഇഷ്ടം തോന്നുമ്പോൾ കഴിക്കും. ബിരിയാണി പിന്നെയും ഇഷ്ടമുള്ളൊരു ഫുഡായതുകൊണ്ട് നമ്മൾ കഴിക്കാം. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അന്നൊരു ബിരിയാണി കഴിക്കാം. പനിയൊക്കെ വരുമ്പോൾ ബിരിയാണി കഴിക്കണമെന്ന് വല്ലാത്തൊരു കൊഞ്ച് തോന്നും. അങ്ങനെ ബിരിയാണിയാണ് ഫേവറേറ്റ് ഫുഡ്. ആർ യു ആൻ എത്തിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഴാൻ പോകുമ്പോൾ അയ്യോ അമ്മേ ദൈവമേ എന്നൊക്കെ ഞാനും വിളിക്കും. അപ്പോൾ ഞാനൊരു എത്തിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മളൊരു ഹോപ്പായിട്ട് കണ്ടാൽ മതി. എല്ലാം തകരുമ്പോൾ ഒന്നും നമുക്ക് അപ്രോച്ച് ചെയ്യാനില്ലാതിരിക്കുമ്പോൾ ശരിയാകും എന്ന് വിശ്വസിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു പവറിനെ കണ്ടെത്തുകയോ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കണ്ടെത്തുകയോ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിനെ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാനൊരു ദൈവവിശ്വാസിയാണ്. പക്ഷേ എൻ്റെ ദൈവം എന്ന് പറയുന്നത് ബാക്കിയുള്ളവരുടെ മെക്കിട്ട് കയറാനും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഒന്നാണെങ്കിൽ, എൻ്റെ ദൈവം എന്ന് പറയുന്നത് കൃത്യമായ അച്ചടക്കം അനുസരിച്ച് അവർക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ശപിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ബൂർഷ്വാസിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഷോവനിസ്റ്റ് ആണെങ്കിൽ അയാൾ എൻ്റെ ദൈവമല്ല, ഞാൻ വിശ്വാസിയുമല്ല. അതായത് നിങ്ങളിങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ എന്ന് നമ്മളോട് പറയുന്ന ഒരുത്തനും എൻ്റെ മുമ്പിൽ ദൈവമല്ല. ഞാനിങ്ങനെയൊക്കെയാണ്, എനിക്കിങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ നിങ്ങളുടെ സ്ഥലത്ത് വരുമ്പോൾ, അതായത് ഇപ്പോൾ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ അമ്പലങ്ങൾ ഒക്കെ പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒരു രീതിയുണ്ട്, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവിടെയുള്ള കാര്യം മുഴുവൻ ബാക്കിയുള്ള എല്ലായിടത്തും ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ വാദിച്ചുകൊണ്ട് വരുന്ന പരിപാടിയോടെ നമുക്ക് കടക്ക് പുറത്തെന്നേ പറയാൻ പറ്റൂ. ഞാൻ എത്തിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എത്തിസ്റ്റ് തന്നെ വിളിക്കാൻ പറ്റില്ല. പക്ഷേ ഞാനൊരു കടുത്ത വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. നിങ്ങൾ വിശ്വസിച്ചോളൂ, എനിക്കെൻ്റെ വിശ്വാസമുണ്ട്. ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു ഫോഴ്സിനെ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഒരു ഹോപ്പിനെ നിങ്ങൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്കൊരു പുല്ലുമില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. എൻ്റെ ഹോപ്പ്, എൻ്റെ വിശ്വാസം, എൻ്റെ ഇഷ്ടങ്ങൾ അതെൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണ്. അതിനെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് അത്രയും മതി. നിങ്ങളെ കൊണ്ട് റെസ്പെക്റ്റ് ചെയ്യാം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാനിതിനെ നോക്കിക്കാണുന്നത്. മറ്റൊരു ചോദ്യം, ഇതൊരു ചോദ്യമല്ല, ഒരു സെറ്റ് ഓഫ് ചോദ്യമാണ്, വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. ആഫ്റ്റർ ഡിവോഴ്സ് ഫെമിനിസ്റ്റ് അല്ലാണ്ടായോ എന്നുള്ളതാണ്. ആഫ്റ്റർ ഡിവോഴ്സ് വിഷമമായോ? ഇനി ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള ആളെ ആയിരിക്കും? ആർ യു ഫുള്ളി റിക്കവേർഡ്? മാനസിക ബുദ്ധിമുട്ട് ഓവർകം ചെയ്തത് എങ്ങനെയാണ്? റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറിയോ? ഹീലിംഗ് ജേർണി എങ്ങനെയാണ്? കമ്മിറ്റഡ് ആണോ? ഇത്രയും ചോദ്യങ്ങളുണ്ട്. ഞാൻ എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ആദ്യം പറയാം. കമ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഐ എം കമ്മിറ്റഡ്. നമ്മളൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി അത് വളരെ നല്ല രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ചർച്ചകളും പഠനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മൾ കണ്ടു പഠിച്ചിട്ടുള്ള ബന്ധങ്ങളിലുള്ള റിലേഷൻഷിപ്പുകളിലെ ആണെങ്കിലും പ്രശ്നങ്ങൾ നമ്മളെ അധികമൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമ്മൾ മാറണം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരുപാട് ഡിസ്കഷനുകളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർ യു ഫുള്ളി റിക്കവേർഡ് എന്നുള്ള ചോദ്യത്തിനും അങ്ങനെ വളരെ പെട്ടെന്നൊന്നും റിക്കവർ ആവാൻ പറ്റുന്നൊരു ജേണിയൊന്നുമല്ല. എന്നെയൊക്കെ സംബന്ധിച്ച് എൻ്റെ ബാല്യകാലം മുതലുള്ള ട്രോമകളെല്ലാം നമ്മൾ എണ്ണിപ്പെറുക്കി. എന്താണെന്നറിയോ, പല ആൾക്കാരും വിചാരിക്കുന്നത് ഇപ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം അതിനിപ്പോൾ ഉള്ള സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഇപ്പോൾ ഈ പറയുന്ന ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിലേക്കൊക്കെ ഞാൻ എത്തുന്ന സമയത്ത് ഞാൻ സ്റ്റക്കായി പോയത് ആ സമയത്തുണ്ടായ വിഷമങ്ങൾ കൊണ്ട് മാത്രമല്ല. എൻ്റെ കുട്ടിക്കാലം മുതലേ അക്യുമുലേറ്റഡ് ആയിക്കൊണ്ടിരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളിൽ പലതും ഞാൻ കാണാതിരുന്നു. എൻ്റെ അതിലെ ഇമോഷൻസിനെ കുറിച്ച്, എൻ്റെ വാല്യൂവിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാതിരുന്നു. ഞാൻ തന്നെ എന്നെ സപ്രസ് ചെയ്തുകൊണ്ടിരുന്ന് ഒരു മൊമെൻറ്റിൽ എൻ്റെ ഉള്ളിലുള്ള ഞാനങ്ങ് സ്റ്റക്കായിപ്പോയി. അതിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ട്രൊമാറ്റിക് ആയിട്ടുള്ള ഓർമ്മകളുണ്ട്, സിറ്റുവേഷൻസ് ഉണ്ട്, ചില വാക്കുകൾ നമ്മളെ ട്രിഗർ ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പയ്യെ നമ്മൾ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ ജേണിയാണ്. 10-35 വർഷം കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള മുറിവുകളെ ഞാൻ ഉണക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു 3 മാസം കൊണ്ടൊക്കെ ഉണങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ലോജിക്കലി ആലോചിച്ച് നോക്കും. അങ്ങനെ നടക്കുന്ന കാര്യമല്ല. റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയാനകമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് കാഴ്ചപ്പാടുകളിൽ മാറ്റമുണ്ടായത് എൻ്റെ നിലപാടുകളും എൻ്റെ കാഴ്ചപ്പാടുകളുമാണ്. ഞാൻ എങ്ങനെ ഡീൽ ചെയ്യണം, ഞാൻ എങ്ങനെ ഡീൽ ചെയ്യപ്പെടണം എന്ന് പറയുന്ന ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എന്നെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു സ്ഥലത്ത്, ഞാനെന്ന് പറയുന്ന മനുഷ്യന് വാല്യൂ കിട്ടാത്തൊരു സ്ഥലത്ത് തുടരേണ്ട ഒരാവശ്യവും എനിക്കില്ല എന്ന് പറയുന്ന ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. ബാക്കി എന്താണോ, സ്നേഹിക്കണം, സ്നേഹിക്കപ്പെടണം, പരസ്പരം സന്തോഷവും സമാധാനവും കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റണം. ഇത്രയേ ഉള്ളൂ ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത്. ഒരു പരസ്പര ബഹുമാനം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് നമുക്ക് പ്രിഫറൻസുകളുണ്ടാവും പല കാര്യങ്ങളിലും. അത് പരസ്പരം സംസാരിക്കുക, സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിലും മാറ്റങ്ങളെന്ന് പറയാൻ അങ്ങനെ ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. പക്ഷേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഞാൻ എങ്ങനെ ഇൻവോൾവ് ആകണം, എൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ ഓപ്പോസിറ്റുള്ള ആളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കിപ്പോൾ വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ആഫ്റ്റർ ഡിവോഴ്സ് ഫെമിനിസ്റ്റ് അല്ലാണ്ടായോ എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. ഒരുപക്ഷെ ആ ചോദ്യം ഉണ്ടായിട്ടുണ്ടാവുക, ഡിവോഴ്സ് ആയി എന്ന് പറയുന്ന വാർത്ത വരികയും ചെയ്തു. എന്നാൽ നമ്മുടെ ഈ സ്ത്രീപക്ഷ നിലപാടുകളോടൊപ്പം തന്നെ പുരുഷപക്ഷത്തു നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളത് ചേർത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും
ഞാനിപ്പോഴും അപ്പോഴും എല്ലാ മനുഷ്യരും തുല്യരായ അവകാശങ്ങളുള്ള വ്യക്തികളാണെന്നും അതിനെ പരസ്പര ബഹുമാനത്തോടുകൂടി ഡീൽ ചെയ്യേണ്ടതാണെന്നും വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ പുരുഷ വിദ്വേഷമല്ലല്ലോ, അത് പുരുഷനും കൂടി ഉപകാരപ്പെടുന്ന ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാവുന്ന ഒന്നായിട്ടാണ് അന്നും ഇന്നും വിലയിരുത്തുന്നത്. പിന്നെ എൻ്റെ സംസാരത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു മാറ്റം ഞാനും കൂടി മനസ്സിലാക്കുന്നത്, ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയി സംസാരിക്കുന്നു എന്നുള്ളതാണ്. കുറച്ച് കാലം മുമ്പ് എന്ന് വെച്ചാൽ ചാനലൊക്കെ തുടങ്ങുന്ന ഒരു സമയത്ത് എൻ്റെ സംസാരത്തിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ആ കോൺഫിഡൻറ്റ് ഒരു ബിഹേവിയർ ഉണ്ട്. അത് എനിക്ക് തിരിച്ചു കിട്ടിയതുപോലത്തെ ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും അത് ഈ പറയുന്ന ഒരു ടീമിൻ്റെ സപ്പോർട്ട് അതിലുണ്ട്. നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് കാണുമ്പോൾ അവിടെ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് പ്രതീക്ഷാനിർഭരമായിട്ടുള്ള ഒരു ഭാവി മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഫീലുണ്ട്. അതൊക്കെ കൊണ്ട് തീർച്ചയായും ഞാൻ കുറച്ചും കൂടി ശക്തമായി സംസാരിക്കുന്നുണ്ടാവും, കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി സംസാരിക്കുന്നുണ്ടാവും. പിന്നെ അനാവശ്യ ഇൻഫ്ലുവൻസുകളൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുള്ളതുകൊണ്ട് സ്വാഭാവികമായും നിങ്ങൾക്ക് ഒരു ചേഞ്ച് ഫീൽ ചെയ്യും. പക്ഷേ അത് ഈ ഡിവോഴ്സിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് ഡിവോഴ്സിന് ശേഷം അപ്പോൾ സ്ത്രീകളോടൊക്കെ വെറുപ്പായോ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീല്. നമ്മളെന്തിനാ അങ്ങനെ, അതൊരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തു, അത് ആ വഴി പോയി, അത് കഴിഞ്ഞു. അങ്ങനെ ഒരു ബന്ധത്തിൽ നിന്ന് വേർപെടുന്ന ഒരാൾ സ്ത്രീകളെ മുഴുവൻ വെറുക്കുന്ന ആളാവണം എന്ന് പറയുന്ന ഒരു ചിന്താഗതിയില്ലേ, അതൊന്ന് മാറ്റി വെക്കും. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഈ ഓൾ ഡിവോഴ്സ് ജേർണിയിൽ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മുഴുവൻ പേരും തന്നെ സ്ത്രീകളാണ്. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ നിന്നിട്ടുള്ള ആളുകൾ. ഞാനിപ്പോൾ എൻ്റെ മാനസികാരോഗ്യത്തെ ഏറ്റവും നല്ല നിലയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഒക്കെ സ്ത്രീകളാണ്. അപ്പം ഞാനെങ്ങനെ ഒരു സ്ത്രീ വിരോധിയായിട്ട് മാറുക? പിന്നെ ആഫ്റ്റർ ഡിവോഴ്സ് വിഷമമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡിവോഴ്സിനെ കുറിച്ച് കുറേ ആളുകൾക്കുള്ളൊരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്നു, അവരൊരു സുപ്രഭാതത്തിൽ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഒന്നെങ്കിൽ വിഷമമായിരിക്കും, അല്ലെങ്കിൽ ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഇങ്ങനെ പല രീതിയിലാണ് ചിന്തിക്കുക. ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു കപ്പിൾ അത് മുന്നോട്ടെടുത്ത് വെക്കുന്നത് അതിന് മുമ്പുള്ള ഒരുപാട് കാലം തമ്മിൽ നടന്നിട്ടുള്ള ചർച്ചകളുടെയോ അല്ലെങ്കിൽ ഒരുപാട് കാലം അത് ഉള്ളിക്കൊണ്ട് നടന്നിട്ടായിരിക്കും. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് എന്നാ ഡിവോഴ്സ് എന്നുള്ളതല്ല. ഡിവോഴ്സ് എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ട്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ടാവും. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഡിവോഴ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം കൊണ്ടുണ്ടായ ഒരു തീരുമാനമൊന്നുമല്ല. ചിലപ്പം വർഷങ്ങളുടെ സമയമെടുത്ത് തന്നെ എത്തപ്പെട്ടിട്ടുള്ള ഒരു കൺക്ലൂഡിങ് പോയിൻ്റാണത്. അപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് വിഷമം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ കുറച്ചും കൂടി അസേർട്ടീവായി ഒരു പോയിന്റിലേക്ക് എത്തി, അത് നമുക്ക് പറയാൻ പറ്റി. ഇപ്പോൾ ബന്ധുക്കളടക്കമുള്ള ആളുകളൊക്കെ ഇതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് വരും. ചില ആളുകൾക്ക് ഇതിൽ എതിർപ്പുണ്ടാവും, ചില ആൾക്കാർ നന്നായി എന്ന് പറയും. അങ്ങനെ പല രീതിയിൽ ഇടപെടലുകളുമായിട്ട് വരും. അപ്പോൾ അവരോടൊക്കെ വളരെ സ്ട്രോങ് ആയി എൻ്റെ ഡിസിഷൻ ഇതാണ് എന്ന് പറഞ്ഞു നിൽക്കാൻ പറ്റി നമ്മൾ നമ്മുടെ ഡിസിഷൻ നടത്തിയെടുക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ്. അത് പേഴ്സൺ ടു പേഴ്സൺ മാറും. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ വിഷമം എന്ന് പറയുന്നതിനേക്കാൾ എനിക്കതൊരു സാറ്റിസ്ഫാക്ഷൻ പോയിൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. എൻ്റെയും ഒരു സെൽഫ് റിയലൈസേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മൊമെൻ്റാണത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് മാനസിക ബുദ്ധിമുട്ട് ഓവർകം ചെയ്തത് എങ്ങനെ എന്നുള്ളതാണ്. ഡിവോഴ്സ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടുകളൊക്കെ വെച്ചുകൊണ്ട്. കാരണം ഒരു കുടുംബജീവിതം അത് എങ്ങനെയും നിലനിർത്തി പോരുക, എന്ത് ത്യാഗം സഹിച്ചും നിലനിർത്തി പോരുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടുകാരൊക്കെ അതിനെ കൺസീവ് ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഇത്രയും വർഷങ്ങൾ കൊണ്ട് എടുത്തൊരു ഡിസിഷൻ്റെ ഭാഗമായി ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, എന്നെ അറിയില്ല, എൻ്റെ പാർട്ട്ണറെയും എക്സ് പാർട്ട്ണറെയും അറിയില്ല, ഒന്നുമില്ല, ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോകുകയെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല. ഇവൻ എന്നോടൊരു 3-4 പ്രാവശ്യം ഫോണിൽ മാത്രം സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളത് പറയുന്നത്? കാരണം കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പൊളിയാൻ പാടില്ല. അതിങ്ങനെ എന്തും സഹിച്ച് നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ടാണ്. ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്. പലർക്കും ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഒരു തീരുമാനം അറിയിച്ചാൽ പാർട്ട്ണറുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്ന റെസ്പോൺസ് എന്താണ് എന്നുള്ളത് അറിയില്ല. തീരുമാനമൊന്നുമല്ല, ഡിസ്കഷൻ, ആ ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻ പോലും തുടങ്ങി വെക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇനി അങ്ങനെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് വരുമ്പോൾ ഈ പറയുന്ന ബന്ധുക്കൾ അടക്കമുള്ള ആളുകളുടെ എതിർപ്പുകളുണ്ടാവും. ഡിവോഴ്സ് കഴിഞ്ഞാൽ എന്ത്? അതൊരു വലിയ പ്രഹേളിക പോലെ ഒരുപാട് ആളുകളുടെ മുന്നിൽ നിൽക്കും. ഡിവോഴ്സിന് ശേഷം പിന്നെ നമുക്ക് ലൈഫുണ്ടോ? കല്യാണം കഴിഞ്ഞു, ഡിവോഴ്സായി, ഇനി എങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് പോവുക എന്നൊക്കെ പറയുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. ലൈഫ് എപ്പോഴും വളരെ ബ്രൈറ്റായിട്ട് നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് അതിനെ കാണാതെ പോവുകയാണ്. ഈ പറയുന്ന സൊസൈറ്റിയുടെ പ്രഷറും അതുപോലെ പാർട്ട്ണറുടെ ബിഹേവിയറും ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കാരണം നമ്മൾ ഈ മുന്നിൽ നിൽക്കുന്ന വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈഫിനെ കാണുന്നില്ല എന്നാണെങ്കിൽ നമ്മളായിട്ട് ശക്തമായ ഒരു തീരുമാനം എടുക്കുക എന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകളാണ് ആ ശോഭനമായ ഭാവിയെ മനസ്സിലാക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ ഒരു ഹെൽപ്പ് ഇല്ലാത്തതുകൊണ്ട് മാത്രമേ ഈ ലോകത്തോട് വിട പറയേണ്ടി വരുന്നത്. ഞാൻ ആരെയും കുറ്റം പറയില്ല. ഈ കുറ്റപ്പെടുത്തൽ എന്ന് പറയുന്നത് നമുക്ക് സിറ്റുവേഷൻ അറിയാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഈ ലൈഫിൽ ഹോപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് കല്യാണത്തിന് ശേഷമുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും എന്തിലാണെങ്കിലും ഈ ജീവിതത്തിൽ ഇനിയൊരു ഹോപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നത് എന്താ അറിയോ, നമ്മൾ ലൈഫിൽ ഒരു സ്ഥലത്തെ സെൽഫിഷ് ആവേണ്ട കാര്യമുള്ളൂ. ഒരു സ്ഥലത്തെ നമ്മൾ ലൈഫിൽ സെൽഫിഷ് ആവേണ്ട കാര്യമുള്ളൂ. അത് അവൻ്റെ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ്, ഫിസിക്കൽ ഹെൽത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ്. എൻ്റെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ
ഞാൻ എടുക്കുന്ന അത്ര എഫേർട്ടൊന്നും വേറെ ആരും എടുക്കണമെന്നില്ല. എൻ്റെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടി, എൻ്റെ സമാധാനത്തിന്, എൻ്റെ നല്ല ഫ്യൂച്ചറിന് വേണ്ടി ഞാൻ ഡിസിഷൻ എടുത്തേ പറ്റൂ എന്ന് നമ്മൾ ചിന്തിക്കണം. വിവാഹമോചനാനന്തരം ജീവിതമുണ്ട്, അതിനപ്പുറം എന്ത് എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷനൊന്നും ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരിക ഭയങ്കരമായിട്ട് തെളിച്ചുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. ഒരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കവാടം തുറന്നു കിട്ടുന്ന പോലെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം അത് കാണാൻ പറ്റിയെന്ന് വരില്ല. കുറേ കാലങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ മനസ്സ് ഈ പറയുന്ന വെളിച്ചത്തിനെ കാണാൻ സമ്മതിക്കാതിരിക്കുകയായിരിക്കും. ആ സമയത്ത് നമുക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമാണ്. നമുക്ക് ലൈഫിലുണ്ടാകുന്ന കൺഫ്യൂഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും പറഞ്ഞു തരാനും ഒരു നല്ല സൈക്കോളജിസ്റ്റിന് പറ്റും. വിസിറ്റ് ചെയ്യുക. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം എന്താണെന്ന് അവർ നമുക്ക് വ്യക്തമായി കാണിച്ചു തരും. നമ്മൾ എടുക്കേണ്ട തീരുമാനം എന്താണ് എന്ന് നമ്മളെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ചെടുക്കാൻ അവർക്ക് പറ്റും. അതിനാവശ്യമായ എല്ലാ സപ്പോർട്ടും നമുക്ക് അവിടെ നിന്ന് കിട്ടും. ആൻഡ് ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അത് നന്നായി സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ മാത്രം മിസ്റ്റേക്കല്ല. അത് ഒരാളുടെ മാത്രം മിസ്റ്റേക്കായിട്ട് ഒരിക്കലും വിചാരിക്കരുത്. ഏറ്റവും കൂടുതൽ ആളുകൾ പലയിടങ്ങളിൽ സ്റ്റക്കായി പോകുന്നത് ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ ഇതിങ്ങനെ ആയത് എന്നൊക്കെയുള്ള ചിന്തകളുകൊണ്ടാണ്. ഒരിക്കലും അവനവനെ കുറ്റം പറയാതിരിക്കുക. അവനവൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുക. പക്ഷേ എല്ലാ ബ്ലെയിമും ഉള്ളിലേക്ക് എടുത്ത് എൻ്റെ പ്രശ്നമാണ്, ഞാൻ കൊള്ളില്ലാത്തതുകൊണ്ടാണ്, എൻ്റെ ചിന്തകളുടെ കുഴപ്പം കൊണ്ടാണോ ഇങ്ങനെ വരുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം ഒരു ട്രെയിൻഡ് പ്രൊഫഷണലിനെ കാണുക. പങ്കാളിയുമായിട്ട് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക. കാരണം നമ്മൾ ഹാപ്പി അല്ലാത്തൊരു സ്പേസിൽ നമ്മൾ തുടരുന്നിടത്തോളം നമ്മൾ സ്വയം ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് പോലെ തന്നെ മറ്റേ ആൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കുകയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ ജേർണി പറയാനാണെങ്കിൽ ഞാൻ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി, ആ ഒരു തീരുമാനത്തിലേക്ക്, അതെല്ലാവരെയും അറിയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുത്തു. അതിനിടയിൽ എനിക്ക് സൈക്കോളജിക്കൽ ഹെൽപ്പിൻ്റെ ആവശ്യമായിട്ട് വന്നു. സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരുപാട് സെഷൻസിലൂടെ കടന്നുപോയി ഞാൻ വളരെ അസേർട്ടീവായി എൻ്റെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയും അങ്ങനെ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുകയും അതിനുശേഷം ഈ ഡിവോഴ്സ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അത് കോടതിയിൽ നിന്ന് കിട്ടുന്നു. ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഡിവോഴ്സിൻ്റെ കാര്യം അല്ലെങ്കിൽ എൻ്റെ കുടുംബജീവിതം എങ്ങനെയാണെന്ന് അറിയാതെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ വരുന്ന ആളുകളടക്കം, ഈവൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ നടക്കം, ഏറ്റവും ക്ലോസസ്റ്റ് റിലേറ്റീവ്സിൽ നടക്കം ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ളൊരു പദപ്രയോഗം എന്ന് പറയുന്നത് നിനക്ക് വട്ടായത് എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കുന്നതാണ്. അങ്ങനെ അടക്കം നമ്മളെ കുറ്റപ്പെടുത്താൻ ആളുകൾ വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളതാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മൾ എത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്തത്, അത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും ഏറ്റവും അടുത്ത റിലേറ്റീവ് ആണെങ്കിലും തൽക്കാലം അവരെ നമ്മൾ മാറ്റി നിർത്തിയേ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ ലൈഫിൽ വെളിച്ചം കാണണം. അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇടുക. സോ ഡിവോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഹാപ്പി ആയിട്ടുള്ള സമാധാനമായിട്ടുള്ള ഒരു കുടുംബജീവിതം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധത്തിലൂടെ അല്ല നമ്മൾ കടന്നു പോകുന്നത് എന്ന് കൃത്യമായിട്ടുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ അതിൽ വർക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം വർക്ക് ചെയ്തതിന് ശേഷവും മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് മാത്രമാണ് എഫേർട്ടുകൾ ഉണ്ടാകുന്നത്, അപ്പുറത്തുനിന്ന് യാതൊരു എഫേർട്ടും കാണുന്നില്ല, ഇനി ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ മാനസികാവസ്ഥ എന്താവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ പോലെയുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, പ്രതീക്ഷകളെല്ലാം അറ്റുമെന്ന് തോന്നുമ്പോൾ അങ്ങോട്ട് നോക്കുക മുകളിലേക്ക് എന്ന് പറയുന്ന പോലെ ഒരു ട്രെയിൻഡ് പ്രൊഫഷണലിനെ കാണുക, ചിന്തിക്കുക, മനസ്സിലാക്കിയെടുക്കുക നമുക്കെന്താണ് വേണ്ടത്. നമ്മൾ തന്നെയാണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ? നമ്മൾ സെൽഫിഷ് ആവേണ്ടത് നമ്മുടെ കാര്യത്തിലാണ്. ആൾക്കാർ അതിനെ നീ ഭയങ്കര സെൽഫിഷാണ്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പുതിയ ഒരുപാട് ടേമുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ പല പേരുകൾ വിളിച്ചു വരും. പക്ഷെ അവനവൻ്റെ മെൻ്റൽ ഹെൽത്ത് കയ്യിൽ നിന്ന് പോയിട്ട് പിന്നെ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനിയും കുറച്ച് പറയാനുണ്ട്, കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഈവൻ ഡിവോഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് എത്രത്തോളം ക്ലിയർ ആണെന്നുള്ള എനിക്ക് സംശയമുണ്ട്. മൂക്കൊക്കെ അടഞ്ഞിട്ട് ആകെ ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. സോ അടുത്ത വീഡിയോയിൽ കൂടുതൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായിട്ട് വരികയായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവർക്കും ഒരു വലിയ നന്ദി. ഈ പറയുന്ന 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു നേട്ടത്തിലേക്ക് ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും നമ്മുടെ കൂടെ വന്ന എല്ലാവർക്കും നന്ദി. ഞാനിങ്ങനെ ഒരു Q&A ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ താഴെയും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻബോക്സിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് മെസ്സേജുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്ക് ചോദ്യമൊന്നും ചോദിക്കാനില്ല ബ്രോ, എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രം എന്ന് പറഞ്ഞ് പാരഗ്രാഫ് കണക്കിന് അയച്ചവരുണ്ട്. അതുപോലെ ഞാനിപ്പോൾ വായിച്ചിട്ടുള്ള പല ചോദ്യങ്ങളും നിങ്ങൾ ഒറ്റ സെൻറ്റൻസ് ആയിട്ട് കാണുമ്പോൾ ഈ ചോദ്യം ഒരു വലിയ സെറ്റ് ഓഫ് അപ്രിസിയേഷനും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഈ ചോദ്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെയാണ് ആൾക്കാർ ചോദിച്ചിട്ടുള്ളത്. ഒരു പാരഗ്രാഫ് മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്യാൻ എനിക്ക് മടിയാണ്, ഞാൻ വോയിസ് മെസ്സേജ് അയക്കുള്ളൂ. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയമെടുത്ത് ടൈപ്പ് ചെയ്ത് കൂട്ടി അതിൽ തെറ്റായിട്ടുള്ള ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ എറർ വരുമ്പോൾ ഒക്കെ തിരിച്ചു പോയി അതൊക്കെ കറക്റ്റ് ചെയ്ത് വരണ്ടേ. അങ്ങനെ ഇത്രയും പാരഗ്രാഫ് കണക്കിന് എനിക്ക് വേണ്ടി മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയം, അത് മറ്റേ ഹൗ ഓൾഡ് ആർ യു സിനിമയിൽ സീതാലക്ഷ്മി മഞ്ജു വാര്യരോട് ചോദിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഡയലോഗ് പോലെയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ആ കുറച്ച് സമയമുണ്ടല്ലോ, അതിന് ഞാൻ എന്നും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും.
ഒരു ചോദ്യത്തിലുണ്ടായിരുന്നതുപോലെ എങ്ങനെ ട്രൂത്ത്ഫുള്ളായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ട്രൂത്ത്ഫുള്ളായിരുന്നേ പറ്റുള്ളൂ. നിങ്ങളെനിക്ക് തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഈ സമയത്തിനും ഒക്കെ മുമ്പിൽ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ബൈ.